ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എല്ലാ എക്സാമിലും ചെയ്യുന്നത് പോലെ തന്നെ ലാസ്റ്റ് എക്സാം ടൈമിൽ നമ്മൾ മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്യേണ്ട ഒന്നാണ് ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് റിവിഷൻ ടെസ്റ്റ് പേപ്പർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അമെൻമെൻറ്റുകൾ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതും പ്ലസ് ലാസ്റ്റ് മൂമെൻറ്റ് റിവിഷന് വേണ്ടി ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെറ്റാണ് ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാം. അപ്പോൾ ലാസ്റ്റ് റിവിഷൻ എങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. എല്ലാത്തവണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത റിവിഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. മിസെൽഫ് സി ആദർശ് ജോസഫ്, ട്രിപ്പിൾ ഐ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നേരെ നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ദെൻ അതിന് തന്നെ ആർ ടി പിയിൽ അമെൻമെൻറ്റിലേക്കൊന്ന് വരാം കേട്ടോ. ഇത്തവണത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. AS ആപ്ലിക്കബിലിറ്റി ടു നോൺ കമ്പനി എൻറ്റിറ്റീസ്. നിങ്ങളുടെ പഴയ സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിടക്കുന്നത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നായിരിക്കും. ഇപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ പറ്റി. കമ്പനി ആണെങ്കിൽ SMC, നോൺ SMC എന്നുള്ള 2 ക്ലാസിഫിക്കേഷനാണ്. പണ്ട് നോൺ കമ്പനി എൻറ്റിറ്റീസിൻ്റെ AS ആപ്ലിക്കബിലിറ്റി 4ആയിട്ട് തിരിച്ചുകൊണ്ടിരുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഇപ്പോൾ അത് മാറ്റി ലെവൽ 1 ദാറ്റ് ഈസ് ലാർജ് എൻറ്റിറ്റീസ് ആൻഡ് ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് MSME എന്നായി. MSME സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ്, അതായത് ലൈക്ക് കമ്പനി പോലെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമാക്കി. ഇനി എന്താണ് MSME? MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റി. മീൻസ് എ നോൺ കമ്പനി എൻറ്റിറ്റി ഹൂസ് ഇക്വിറ്റി ഓർ ഡെറ്റ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്, ആർ നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് on any stock exchange, whether in India or outside India, which is not a bank, financial institution or an insurance company, whose turnover, excluding other income, does not exceed 250 crores in the immediately preceding accounting year. Then, which does not have a borrowings in excess of 50 crores at any time during the immediately preceding accounting year, which is not a holding and subsidiary of an entity, which is not a micro, small and medium sized entity. അതായത് ലൈക്ക് നമുക്ക് കമ്പനിയിലെ നോൺ SMCയുടെ അല്ലെങ്കിൽ SMCയുടെ ഡെഫിനേഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ MSMEയുടെ ഡെഫിനേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? MSME ആകുമ്പോൾ ASൻ്റെ ആപ്ലിക്കബിലിറ്റി കുറച്ച് എക്സംഷൻസ് ഒക്കെ കിട്ടും. ലാർജ് എൻറ്റിറ്റീസ് ആണെങ്കിലോ അതർ ദാൻ MSME ആണ് ലാർജ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ലാർജ് എൻറ്റിറ്റീസ് ആണെങ്കിൽ എല്ലാ ASും കംപ്ലൈ ചെയ്യേണ്ടി വരും. MSME ആണ് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഇതാണ് മിക്കവാറും ചോദിക്കും അഡ്മിൻ ബൈ MSME അല്ലെങ്കിൽ ആപ്ലിക്കബിലിറ്റി ഓഫ് കമ്പനീസ്, ആപ്ലിക്കബിലിറ്റി ഓഫ് AS ടു നോൺ കമ്പനി എൻറ്റിറ്റീസ്. രണ്ടായിട്ട് തിരിക്കുന്ന ഇപ്പം അത് എഴുതാവുള്ളൂ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എഴുതി കഴിഞ്ഞാൽ വെട്ടിക്കൂട്ടി കളയും. അപ്പോൾ ഇത്ര ഓർക്കുക. MSME ലാർജ് എൻറ്റിറ്റീസ്. MSMEയുടെ ഡെഫിനിഷൻ ലൈക്ക് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനി SMC പോലെ തന്നെ ഇവിടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റി മീൻസ് നോൺ കമ്പനി എൻറ്റിറ്റി ഡെഫിനേഷൻ സംഭവങ്ങൾക്ക് ഇത്ര കൊടുത്താൽ മതി. MSME ആണ്. കുറച്ച് ASലൊക്കെ എക്സംഷൻസ് ഉണ്ട്, ചില പാരഗ്രാഫുള്ള എക്സംഷൻസ് ഉണ്ട്. ലാർജ് എൻറ്റിറ്റീസ് ആണ് എല്ലാം ഫുള്ളി കംപ്ലൈ ചെയ്യണം. അതാണ് മെയിൻലി നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ് കേട്ടോ. ഇനി നമുക്ക് സ്ട്രേറ്റ് അവേ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഓക്കെ, അതിന് തന്നെ കുറച്ച് MCQs. Here one, a company purchased land from its own use, its own funds, and started construction of 2 towers on the land. Company purchased land from its own funds and started construction of 2 towers on the land and building and flat പണിയോ. The company for the construction borrowed funds of 60 lakhs for both the towers. അപ്പോൾ ലോൺ 60 lakh and 60 lakh ലോൺ എടുത്തിട്ടുണ്ട്. Company is required to pay interest of 60,000 annually for each loan. ഇപ്പോൾ 2 ലോൺ ഉണ്ട്, ഓരോ ലോണിന് 60,000 ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു വർഷം ടോട്ടൽ 1,20,000. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ കമ്പനി അലോട്ടഡ് വേക്കൻറ്റ് ഏരിയ ഫോർ പാർക്കിംഗ് പർപ്പസ് വിച്ച് ഫെച്ച്ഡ് എ റവന്യൂ 15,000 ഇൻ ദി ഇയർ 1. കുറച്ച് വേക്കൻറ്റ് സ്പേസ് എന്ത് ചെയ്തു? പാർക്കിങ്ങിന് കൊടുത്തു. ദെൻ ടവർ 1 ഗോട്ട് റെഡി ഫോർ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 2. ടവർ 1 ഇയർ 2 ആയപ്പോൾ റെഡിയായി. ഇയർ 2 എൻഡ് ആയപ്പോൾ റെഡിയായി. കമ്പനി ക്യാപിറ്റലൈസ്ഡ് ദ സെയിം ആൻഡ് സ്റ്റാർട്ടഡ് യൂസിങ് ദ സെയിം ഫോർ ഇൻറ്റൻഡ് പർപ്പസ്. അപ്പം ഒരു ടവർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇയർ 2 ആയപ്പോഴത്തേനും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുക. ശരിക്കും പറഞ്ഞാൽ MCQ കേസ് സ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ കേസ് സ്റ്റഡി വായിക്കുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റൻസ് ശരിക്കും വായിക്കേണ്ടത്. ഹൗ മച്ച് ബോറോയിങ് കോസ്റ്റ് ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1. ഇയർ 1ൽ എത്ര രൂപ നമുക്ക് P&Lലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് AS16 ബേസിലാണ്. അതൊരു ക്വാളിഫയിങ് അസറ്റ് അല്ല. സമയം എടുക്കുന്ന ഒരു അസറ്റാണ്. ഇതിൻ്റെ റെഡി ടു യൂസ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്ന, മോർ ദാൻ 1 ഇയർ എടുക്കുന്ന അസറ്റ് അല്ല. അപ്പോൾ ഇതൊരു ക്വാളിഫയിങ് അസറ്റാണ്. ക്വാളിഫയിങ് അസറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടർന്ന് തീരുന്ന വരെയുള്ള സമയത്ത് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ ഇയർ 1ലോ എത്ര ഇൻട്രസ്റ്റ് നമ്മൾ ടോട്ടൽ കൊടുക്കണം? 60,000, 1,20,000. അത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പറയാം 2 ലോൺ എടുത്തിട്ടുണ്ട്, 60 lakh. അതിന് ഇൻട്രസ്റ്റ് 60,000 ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മുഴുവൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് എത്ര ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളതല്ല, എത്ര P&L എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. P&L ഒന്നും എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല, ഫുൾ ക്യാപിറ്റലൈസ് വേണം ചെയ്യാൻ. സോ P&L എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഏതാ? നിൽ വണ്ടി അല്ലേ? വണ്ടി. Then how much borrowing was eligible for capitalization at the year 1?
ഇയർ 1 എത്ര രൂപ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ലോണിൻ്റെ ഇൻട്രസ്റ്റ് 60,000 ടോട്ടൽ എത്ര? 1,20,000 ബി ടു ബി. അപ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് വരും, ഇതോ പാർക്കിങ്ങിൻ്റെയോ? എക്സസ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ടെമ്പററി ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത്? എനി ഇൻകം ഓൺ ദ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദിസ് ഫണ്ട്സ്. ഇതൊരു ഫണ്ടിൽ നിന്ന് കിട്ടിയതല്ലല്ലോ, പാർക്കിങ്ങിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പോൾ ഈ 15,000 ഇവിടെ റിലവൻസേ ഇല്ല. ഈ ലോൺ എടുത്തതിൽ കുറച്ച് എക്സസ് ഫണ്ട് ഉണ്ടായിരുന്നു, അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രം അത് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എവിടെ എത്ര ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും? 1,20,000. ഹൗ മച്ച് ബോറോയിങ് കോസ്റ്റ് ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 3? ഇയർ 3 ആകുമ്പോൾ ഓർക്കണം, ഒരു ടവർ കംപ്ലീറ്റ് ആയി, അപ്പോൾ അതിൻ്റെ 60,000 സെക്കൻഡ് ഇയർ ആയപ്പോൾ കംപ്ലീറ്റ് ആയി. ആ ഇൻട്രസ്റ്റോ നമുക്ക് ഇനി ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇയർ 3 അല്ല, ടവർ 2 ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇയർ 3 എന്താ ചോദിച്ചേക്ക്? ഹൗ മച്ച് ബോറോയിങ് കോസ്റ്റ് ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ ഇയർ 3 എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ടവർ 1ൻ്റെ ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് 60,000 എന്ത് ചെയ്യണം? പി ആൻഡ് എല്ലിലേക്ക് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യണം. മൂന്നാമത്തത് ലാസ്റ്റ് വൺ എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മച്ച് ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 3? അപ്പോൾ ബാക്കി ടവർ 2 ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അത് എത്രയായിരിക്കും? 60,000. ഫോറേ, ഇസ് ഇറ്റ് ക്ലിയർ? ഓ, 16 ബേസിലുള്ള പ്രോബ്ലം ആണ്, നല്ലൊരു പ്രോബ്ലം ആണ്. അപ്പം ഇത്ര ഓർത്താൽ മതി. ക്വാളിഫയിങ് അസറ്റിന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. കൺസ്ട്രക്ഷൻ കഴിയുന്നവരുള്ള സമയത്ത് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇയർ 1 ഫുൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം, 1,20,000. ഇയർ 2 ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇയർ 3 കൺസ്ട്രക്ഷൻ ഒരെണ്ണം കംപ്ലീറ്റ് ആയി, അതിൻ്റെ 60 എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ബാക്കി 60 ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ ഇയർ 1 ചെയ്യാനുള്ള എക്സ്പെൻസ് ആയിട്ട് ഒന്നും കാണിക്കണ്ട. ഇയർ 1 എത്ര ക്യാപിറ്റലൈസ് ചെയ്യാം? ടോട്ടൽ 1,20,000 മുഴുവൻ ക്യാപിറ്റലൈസ് ചെയ്യാം. ഇയർ 3 വന്നു കഴിയുമ്പോൾ 60,000 കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ബാക്കി 60,000 അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ളതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? പക്കാ. അടുത്തത് ഒരു അത്യാവശ്യം നല്ലൊരു പ്രോബ്ലം ആയിരുന്നു കേട്ടോ. യെസ്, ഇതേതായിരിക്കും? സൂരജ് ലിമിറ്റഡ് ദ ലെസ്. ആ പേര് കാണുമ്പോൾ തന്നെ അറിയാലോ, S19 ലീസ്. അക്വൈസ് മിഷനറി ഓൺ ലീസ് ഫ്രം ചാന്ദ് ലിമിറ്റഡ് ദ ലെസർ ഓൺ 1st April 2015-25 ഫോർ 3 years. 1st April 25 ഫോർ 3 years, 3 വർഷത്തിന് ലീസിനെടുത്തു. ദ എക്കണോമിക് ലൈഫ് ഓഫ് മിഷനറി ഈസ് ഓൾസോ 3 years. ലൈഫ് 3 year ഉള്ളൂ. എക്കണോമിക് ലൈഫ് 3 വർഷത്തിനാണ് ലീസ്. ലീസ് ടൈം കവേഴ്സ് ദ മേജർ പാർട്ട് ഓഫ് എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ്. മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലീസ് എന്തായിരിക്കും? ഫിനാൻസ് ലീസ് ആയിരിക്കും. Then the fair value machinery is 2,50,000 and the guaranteed residual value is 2 lakh. Fair value machinery 2,50,000, guaranteed residual value 2 lakh. As per the lease agreement, lessee is required to pay 1 lakh per year from 1st April 2025. മേടിക്കുന്ന അപ്പം തന്നെ കൊടുത്തു തുടങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിസ്റ്റേക്ക് കേട്ടോ. ഈ 1st April 25 എന്നുള്ളത് വെട്ടിയിട്ട് 31st March 2026 ആക്കാം. അല്ലെങ്കിൽ ലീസിന് എടുത്ത് ആ വർഷം അപ്പം തന്നെ കൊടുക്കുന്നത് പോലെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് മാച്ചിങ് ആവില്ല കേട്ടോ. ചെറിയൊരു പ്രശ്നമുണ്ട് ഇത്. സോ ഇതൊന്നെങ്കിൽ 1st April 26 ആക്കണം, ഒരു വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഇത് 31st March 2026 ആക്കണം, വർഷം അവസാനമാണ് നമ്മൾ പേ ചെയ്യുന്നത്. ദ ലെസർ ഹാസ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ ഓഫ് 20,000. ലെസറെ സംബന്ധിച്ചോ, ലെസി എത്ര ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്? 2,000. ലെസറെ സംബന്ധിച്ച് ചിലപ്പം ലീസ് ടൈം കഴിയുമ്പം ഒരു 20,000 കിട്ടുന്നു, മറ്റൊരാളുടെ അടുത്ത് നിന്ന് ഒരു ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ടാവും. 20,000 ലീസ് ടൈം വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ടാവും. സോ ലെസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര എടുക്കുക? 20,000. ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ 2,000. However, lesser estimates that it would have a value of 5,000 after 3 years. ലെസർ കഴിയുന്ന 5,000 കിട്ടുള്ളൂ. പക്ഷേ ലെസർക്ക് ഒരു ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട് 20,000 അയാൾക്ക് വിൽക്കാൻ വേണ്ടി. അപ്പോൾ ലെസറെ സംബന്ധിച്ച് 20,000 ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ എന്ന് എടുക്കുക, ഇതിന് വലിയ റിലവൻസ് ഇല്ല. ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര എടുക്കാം? 2,000 എടുക്കാം. ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വാട്ട് വാല്യൂ മിഷനറി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്? മിഷനറി ആരുടെ ബുക്കിലാണ് കാണിക്കേണ്ടത്? ഫിനാൻസ് ലീസ് ആണെങ്കിൽ ആരുടെ ബുക്കിലാണ്? അയ്യോ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്രയും കോൺസെപ്റ്റ് റെഡി ആയിരിക്കണം. ഇത് മിഷനറി ആരുടെ ബുക്കിലാണ് കാണിക്കേണ്ടത്? ഫിനാൻസ് ലീസ് ആണെങ്കിൽ ലെസ്സിയുടെ ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലെസ്സിയുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് വാല്യൂ ഇല്ല? ലെസ്സിയുടെ ബുക്കിൽ ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെ? പ്രസൻറ്റ് വാല്യൂ ഓഫ് MLP. പ്രസൻറ്റ് വാല്യൂ ഓഫ് MLP എന്ന് പറഞ്ഞാൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ? ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ലീസ് റെൻ്റൽസ് പ്ലസ് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓർ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് വിച്ച് എവർ ഇസ് ലോവർ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫെയർ വാല്യൂ അറിയാം നമുക്ക് എത്ര? 2,50,000. പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് എടുക്കണമെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കണം? അയ്യോ, ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് ഈ പ്രോബ്ലത്തിൽ മിസ്സിംഗ് ആണ്. അയ്യോ, ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് ഇല്ലാതെ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം പ്രോബ്ലം മിസ്റ്റേക്ക് അല്ലേ? മിസ്റ്റേക്ക് അല്ല, പക്ഷേ ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ചതിയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിച്ചെടുക്കാം. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ലൈക്ക് IRR FMൽ പഠിച്ചിട്ടുണ്ടാവും. FMൽ IRR കണ്ടുപിടിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് കണ്ടുപിടിക്കണം. എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് കണ്ടുപിടിക്കുന്നത്? ഏത് റേറ്റിൽ
ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ. ഏത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ? ലെസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള റെസിജ്വൽ വാല്യൂ ചെയ്യുമ്പോഴാണോ അത് ഫെയർ വാല്യൂവിന് ഈക്വൽ ആവുന്നത്, ആ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ്. ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത്? ലെസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ. അത് ഏത് റേറ്റ് ചെയ്യുമ്പോഴാണോ അത് ഫെയർ വാല്യൂവിന് ഈക്വൽ ആവുന്നത്, ആ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് കണ്ടുപിടിക്കണമെങ്കിലോ ആദ്യം ഒരു പ്രസൻറ്റ് വാല്യൂ എടുക്കുക. ഇപ്പോൾ സപ്പോസ് ഞാൻ ആദ്യം ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയർ. അപ്പം ഫസ്റ്റ് ഇയറിൽ ഇതിനകത്തൊരു ചെറിയ തിരുത്തലുണ്ട്. ഫസ്റ്റ് ഇയർ മേടിക്കുന്ന സമയത്ത് തന്നെ കൊടുത്തു എന്നാണെങ്കിലോ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 1 നമ്പർ കൊണ്ട് എടുക്കേണ്ടി വരും. ഇസ് ദറ്റ് ക്ലിയർ? അപ്പോൾ ഇതിന് ആൻസറായിട്ട് മാച്ചിങ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റ് ഒന്നെങ്കിൽ 31 മാർച്ച് 2026 എന്ന് വായിക്കാം, അല്ലെങ്കിൽ 1 ഏപ്രിൽ 2026 എന്ന് വായിക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് എൻഡിൽ. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു റേറ്റ് അങ്ങ് എടുക്കും. ഇപ്പോൾ ഞാനിവിടെ 12% എന്ന് എടുത്തു. എനിക്ക് ആൻസർ അറിയാവുന്നതുകൊണ്ട് ഞാൻ 12%. നിങ്ങൾ 10% ഏതെങ്കിലും എടുക്കുക. ആ 10% വെച്ചിട്ട് ഏതിൻ്റെയൊക്കെ? ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ലെസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള റെസിജ്വൽ വാല്യൂ. ലെസർ എക്സ്പെക്ട് ചെയ്യുന്ന റെസിജ്വൽ വാല്യൂ. ലെസർ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ലെസറിന് ഗ്യാരണ്ടി കിട്ടിയിരിക്കുന്ന റെസിജ്വൽ വാല്യൂ 20,000. അതിലും കുറവ് ലെസർ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 12% വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ എടുത്തു. അപ്പോൾ നമുക്ക് എത്ര വരും? 2,54,440. ഇനി ഇത് ഏത് റേറ്റ് ചെയ്യുമ്പോഴാണ് 2,50,000 ആവുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ റേറ്റ് ചെയ്യുമ്പോൾ 2,50,000 അല്ല, അതിലും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇച്ചിരി കൂടെ കൂടിയ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കാം. അത് 14% എന്ന് എടുത്തു. 14% വെച്ച് പ്രസൻറ്റ് വാല്യൂ എടുത്ത് കഴിഞ്ഞപ്പോൾ 2,45,600 എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലായി 12നും 14നും ഇടയ്ക്കുള്ള റേറ്റിൽ നമ്മൾ ഡിസ്കൗണ്ടിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് 2,50,000 ആവുന്നത്. അതായത് ഏത് റേറ്റിൽ ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ അതിൻ്റെ ലെസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത്, അത് ലീസ് റെൻ്റലിന് ഈക്വൽ ആവുന്നു, ഫെയർ വാല്യൂവിന് ഈക്വൽ ആവുന്നു, ആ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ അത് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻ്റർപോളേഷൻ ചെയ്യും. ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 12നേക്കാളും കൂടുതൽ എന്നാൽ 14നേക്കാളും കുറവുള്ള റേറ്റ് ആയിരിക്കും. അപ്പോൾ 2% ഡിഫറൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര രൂപയുടെ എമൗണ്ട് വ്യത്യാസം വന്നു? 2,54,440 എന്നുള്ളത് 2,45,600 ആയി. ദാറ്റ് മീൻസ് 8,840 ഡിഫറൻസ് വന്നു. പക്ഷേ നമുക്ക് എത്ര ആയാൽ മതിയായിരുന്നു? ഈ 2,54,400 എന്ന് പറയുന്നത് 440 2,50,000 ആയാൽ മതിയായിരുന്നു. ദാറ്റ് മീൻസ് ഒരു 4,440 ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എത്ര ഡിഫറൻസ് വന്നു? 8,840 ഡിഫറൻസ്. അപ്പോൾ 12% പ്ലസ് 2% ഇൻറ്റു 4,440 ഡിവൈഡ് ബൈ 8,880. അപ്പം 12% പ്ലസ് ഇത് ഏകദേശം ചെയ്യുമ്പോൾ ഒരു 1% എന്ന് പറയും. റൗണ്ട് ഓഫ് ഓട്ടോ. അപ്പോൾ അറൗണ്ട് 13%. അതായത് 13% നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോഴായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫെയർ വാല്യൂ ആവുന്നത്. അപ്പോൾ ഏത് റേറ്റിലായിരിക്കും? അറൗണ്ട് ഒരു 13%. അറൗണ്ട് ഒരു 13% ഞാൻ കാണിച്ചു തരാം. 13% വെച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോഴായിരിക്കും അത് എന്തിന് ഈക്വൽ ആവുന്നത്? ഇതിപ്പോൾ 13% പ്രസൻറ്റ് വാല്യൂ കേട്ടോ, അത് 2,50,000 ഈക്വൽ ആവുന്നത്. ചെറിയ റൗണ്ട് ഓഫിൻ്റെ വ്യത്യാസം വരും. അറൗണ്ട് 2,49,960 എന്ന് പറയുമ്പോൾ അറൗണ്ട് 2,50,000 ഈക്വൽ ആവുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ആ 13% വെച്ചിട്ട് നമ്മളിനി ലെസ്സിയുടെ ബുക്കിൽ ഈ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ഏത് വാല്യൂ ഇല്ല, ഒന്നെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് അസറ്റ് 2,50,000. കുറേ ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ 2 മാർക്കിന് MCQ ചോദിച്ചു കഴിഞ്ഞാൽ കറക്കി കുത്തി കറപ്പിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത്ര സമയം എടുക്കും. ദെൻ 2,50,000 ഫെയർ വാല്യൂ ഓഫ് അസറ്റ് ഓർ പ്രസന്റ് വാല്യൂ മിനിമം ലീസ് പേയ്മെന്റ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ലെസ്സി. ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ ലെസ്സി എത്ര ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളൂ? 2,000. അത് മാത്രം എടുത്താൽ മതി. ഏത് അസറ്റ് ഏത് പ്രൈസ് റെക്കോർഡ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതിനൊക്കെ 13% വെച്ച് പ്രസന്റ് വാല്യൂ എടുക്കുമ്പോൾ അറൗണ്ട് എത്ര വരും? 2,37,486. അപ്പോൾ 2,50,000 ഫെയർ വാല്യൂ ഓഫ് അസറ്റ് ഓർ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് ഏത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ലെസ്സി 2,37,486 വിച്ച് എവർ ഇസ് ലോവർ. അപ്പോൾ ഏത് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? 2,37,486 എന്ന് പറയുമ്പം റൗണ്ട് ഓഫ് ആണേ. അപ്പോൾ ഇതിനകത്ത് ഏത് വരും? അപ്രോക്സിമേറ്റ്ലി 2,37,400 ആ ഒരു പ്രൈസിൽ വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ? 2,37,400. അപ്പോൾ ഇതിനകത്ത് എളുപ്പമായിരുന്നെങ്കിൽ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ഓൺ ലീസ് 13% തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നേരെ ഇതങ്ങ് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. ഏത് ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് വാല്യൂ മിനിമം ലീസ് പേയ്മെൻറ്റ്സും ഫെയർ വാല്യൂ വിച്ച് ഓർ ഇസ് ലോവർ. പക്ഷേ റേറ്റ് തരാത്തതുകൊണ്ട് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റർപോളേഷൻ ലൈക്ക് FM ഇൻ്റർപോളേഷൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, 2,37,400 ഇൻ്റർപോളേഷൻ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്?
ബാലൻസ് ഹെൽഡ് ബൈ ദ എൻറ്റിറ്റി ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ഫോർ യൂസ്. 2 നോട്ട് വന്നിട്ടുണ്ട്, 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ദാറ്റ് ആർ ഹെൽഡ് ബൈ എൻറ്റിറ്റി ദാറ്റ് ആർ നോട്ട് അവൈലബിൾ ഫോർ യൂസ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് 2 നോട്ടും ഇട്ടിട്ട് അങ്ങ് ഇത് വായിച്ചു നോക്കിക്കേ. ഈ 2 നോട്ടും ഇട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 2 നോട്ട് അത് ഫുള്ള് കട്ട് ചെയ്തിട്ട് വായിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് ബാലൻസസ് ഹെൽഡ് ബൈ ദ എൻറ്റിറ്റി ദാറ്റ് ആർ അവൈലബിൾ ഫോർ യൂസ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ? ബാലൻസ് ഇൻ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ഒക്കെ തന്നെയാണ്, പക്ഷേ നമുക്ക് അവൈലബിൾ ഫോർ യൂസ് ആണെന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാത്തൊരു പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് ആസ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 3 months മെച്യൂരിറ്റി ആണെന്ന് കരുതിക്കോട്ടോ. അപ്പോൾ ഒരു ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്, നമുക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ, എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏത് വരും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ദാറ്റ് ആർ ഹെൽഡ് ബൈ ദ എൻറ്റിറ്റി ദാറ്റ് ആർ അവൈലബിൾ ഫോർ യൂസ്. അപ്പോൾ ഇത് വരും. എൻമാർക്ക്ഡ് ബാങ്ക് ബാലൻസ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസോ അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്, പക്ഷേ നമുക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് സബ്ജക്ട് ടു ലീഗൽ റെസ്ട്രിക്ഷൻ. കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയായിരിക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഹെൽഡ് ബൈ ദ എൻറ്റിറ്റി ദാറ്റ് ആർ അവൈലബിൾ ഫോർ യൂസ് എന്ന് പറയുമ്പോൾ ഇത് വരുള്ളൂ. ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട് ആസ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ക്ലിയർ? അത് വിത്തിൻ 3 months ആണെങ്കിൽ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിട്ട് എടുക്കാമല്ലോ. ഇത് വരും കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിസർച്ച് ആക്ടിവിറ്റീസ് ആസ് പെർ AS 26. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇല്ലേ, ഇതിൽ റിസർച്ച് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? കുറച്ച് ടെക്നിക്കൽ സൈഡുണ്ട്, നമുക്ക് ഇത്ര നോക്കിയാൽ മതി. ദ ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് പ്രീ പ്രൊഡക്ഷൻ, പ്രീ യൂസ് പ്രോട്ടോടൈപ്സ് ആൻഡ് മോഡൽസ്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന വരെയുള്ള സ്റ്റേജസ് ആണ്, ഒരു ഐഡിയ നോളജ് ജനറേറ്റ് ചെയ്യുന്ന വരെ സ്റ്റേജസ് ആണ് റിസർച്ച്. ഒരു ഐഡിയ കിട്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജസ് ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഡെവലപ്മെൻറ്റ് ആയിരിക്കുമല്ലോ. ദ സെർച്ച് ഫോർ ആൾട്ടർനേറ്റീവ്സ് ഫോർ മെറ്റീരിയൽസ്, ഡിവൈസസ് ഓർ പ്രൊഡക്ട്സ് ഓർ സിസ്റ്റംസ് ഓർ സർവീസസ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുവാണ്, ഇതിന് പകരം മറ്റൊരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റുമോ, ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ. അപ്പോൾ സെർച്ചിങ് എന്ന് പറയുമ്പോൾ റിസർച്ച് ആക്ടിവിറ്റി കേട്ടോ. ഡിസൈൻ ഓഫ് ടൂൾസ്, ജിഗ്സ്, മോൾസ്, ഡൈസ് ഇൻവോൾവിങ് ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടി അതിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ഓഫ് പൈലറ്റ് പ്ലാൻ ദാറ്റ് ഈസ് നോട്ട് ഫോർ സ്കെയിൽ എക്കണോമിക്കലി ഫീസിബിൾ ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇത്ര ഓർത്താൽ മതില്ല, സെർച്ച് ചെയ്യുക. സെർച്ചിങ് ഒരു പുതിയ ഇൻഫർമേഷൻ, പുതിയൊരു ഐഡിയ, പുതിയൊരു പ്രോസസ്സ് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിലോ ഇറ്റ്സ് റിസർച്ച് ആക്ടിവിറ്റി. ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഇതിനകത്ത് സൂക്ഷിക്കേണ്ട ഒരു MCQ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ 2, 3 ഒന്ന് ട്രിക്കിയാണ്, വായിച്ചെടുക്കും. 2 ആണ് ഒത്തിരി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും അത് കിട്ടാൻ വേണ്ടി. ഓക്കെ ആണോ? ഹോപ്പ് ഞാനൊരു ക്വസ്റ്റ്യൻസ് MCQ ചോദിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞോളാം, ചോദിച്ചാലും ഇനി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തിയറട്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്ക്രിപ്റ്റീവ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറഞ്ഞാലോ IFRS ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അതോറിറ്റി. വിത്ത് വ്യൂ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സെറ്റിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ലണ്ടൻ ബേസ്ഡ് ഗ്രൂപ്പ് നെയിംലി. അതായത് പണ്ട് അവർ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ആയിരുന്നു, അവരായിരുന്നു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ IAS, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്. എന്നിട്ടോ 2001 ആയി കഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ഫോം ചെയ്തു. അതിനുശേഷം ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം IFRS എന്നുള്ള പേരിലാണ്. അതായത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് IFRS ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പോ അതൊരു കമ്മിറ്റി ആയിരുന്നു, ആ കമ്മിറ്റി ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡ്സ് എല്ലാം IAS എന്നുള്ള പേരിലും അതിനുശേഷം ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഒക്കെ IFRS എന്നുള്ള പേരിലുമാണ്. ഇസ് ഇറ്റ് ക്ലിയർ? എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു തിയറി ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരെണ്ണമെങ്കിൽ ചോദിക്കുള്ളൂ. ഇനി ഇത് ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിയറി ഒരു 4 മാർക്കിൻ്റെ ഒരു തിയറി, ഡയറക്റ്റ് തിയറി ഇതുപോലത്തെ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 മിക്കവാറും ഒരു മെച്ചം എന്താ അറിയോ, അതിനൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് ഒരുപാട് തിയറി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് സമയം കളയണം നിർബന്ധമില്ല. പിന്നെ ഇതൊന്ന് നോക്കി വെച്ചു. Then framework for preparation and presentation of financial statements. Giant Limited has entered into a binding agreement with the Tiny Limited to buy a custom-made machine for 1 lakh at the end of 2024-25. Before delivery of the machine, Giant Limited has to change the method of production. ഒരു കസ്റ്റം മെയ്ഡ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക്കലി ഒരു 1 lakhന്റെ മെഷീൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബൈൻഡിങ് എഗ്രിമെൻറ്റ് വെച്ചു, നോൺ ക്യാൻസലബിൾ എഗ്രിമെൻറ്റ് നമ്മൾ വെച്ചു. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈൻഡിങ് ആണ്, ദാറ്റ് മീൻസ് അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. The new method will not require the machinery ordered and will be scrapped after delivery. നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡ് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് ഈ ഓർഡർ ചെയ്ത മെഷീൻ ഇപ്പോൾ ആവശ്യമില്ലാത്ത അവസ്ഥയിൽ സ്ക്രാപ്പ് ചെയ്യണം. ദ എക്സ്പെക്റ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഇസ് നിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ എന്നാൽ നമ്മൾ ഈ മെഷീനറി മേടിക്കുകയും വേണം. യു ആർ റിക്വയർഡ് ടു അഡ്വൈസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഗിവൺ വിത്ത് നെസസറി ജനറൽ എൻട്രി ഇൻ ദി ഇയർ 2024-25. അതായത് ഇത് അസറ്റ് ആണ്, ലയബിലിറ്റി ആണ്, ഇൻകം ആണ്, എക്സ്പെൻസ് ആണ്.
ഇതൊരു അസറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ, അസറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന നമ്മുടെ കൺട്രോളിലുള്ള റിസോഴ്സസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അസറ്റ്. പക്ഷേ ഇതിൽ നിന്ന് ഇനി ഫ്യൂച്ചറിൽ വലിയ ബെനിഫിറ്റ് കിട്ടും. സോ ഇതൊരു അസറ്റ് അല്ല. പിന്നെയോ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ നമുക്കൊരു ലൈബിലിറ്റി ഉണ്ടല്ലോ, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ ഇത് മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സാധാരണ മെഷീൻ മേടിച്ചാൽ മിഷനറി ടു പാർട്ടി അല്ലേ, എന്നിട്ട് ആ മിഷനറിക്ക് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതൊരു അസറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് കാരണം ഇതിന് ഫ്യൂച്ചറിലേക്ക് ഇനി ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഒരു ലൈബിലിറ്റി നമുക്കുണ്ട്, പക്ഷേ അതൊരു അസറ്റായിട്ട് കാണിക്കാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, ലൈബിലിറ്റി ഈസ് റെക്കഗ്നൈസ് ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് പ്രസന്റ് ഒബ്ലിഗേഷൻ നമുക്കുണ്ട്. പിന്നെയോ ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു അസറ്റായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. സോ നമ്മളിതൊരു ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം, ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. സോ എൻട്രി എന്ന് പറയുന്നത് ലോസ് ഓൺ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ് ടു ടൈനി ലിമിറ്റ് 1 lakh. എന്നിട്ട് ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, പിയാനിലേക്ക് ക്ലോസ് ചെയ്യണം. പിയാനിൽ അക്കൗണ്ട് ഇട്ടിട്ട് ലോസ് ഇൻ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്, ലോസ് ഓൺ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ? Then next, applicability of accounting standards ബേസിലുള്ള പ്രോബ്ലം. വിരാട് ട്രേഡേഴ്സ് ആൻഡ് അൺലിസ്റ്റഡ് പാർട്ട്ണർഷിപ്പ് ഫേം, അപ്പോൾ നോൺ കമ്പനി എൻറ്റിറ്റി, ഹാഡ് എ ടേൺ ഓവർ ഓഫ് 249.99 crores. ടേൺ ഓവർ 250 crore എക്സീഡ് ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, ലാർജ്, അല്ലെങ്കിൽ MSME. അപ്പോൾ MSME ആണ്. ആൻഡ് ബോറോയിങ്സ് 25.1 crore ഡ്യൂറിങ് ഫിനാൻഷ്യൽ, അത്രേ ഉള്ളൂ ലോ. അപ്പം ബോറോയിങ്സോ 50 crore എക്സീഡ് ചെയ്യണം അറ്റ് എനി ടൈം. എക്സീഡ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ലാർജ് എൻറ്റിറ്റി. എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ MSME, വിച്ച് ഇസ് നോട്ട് എ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഷുറൻസ് കമ്പനി, ആൻഡ് വിച്ച് ഇസ് നോട്ട് എ സബ്സിഡറി ഓഫ് അതർ എൻറ്റിറ്റി. എൻറ്റിറ്റി സബ്സിഡറി അല്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഇതൊരു MSME ആണ്. MSME എന്ന് പറഞ്ഞാൽ എന്താ, ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 250 crores, എക്സീഡ് ചെയ്തിട്ടില്ല. ബോറോയിങ്സ് ഡസ് നോട്ട് എക്സീഡ് 50 crore, എക്സീഡ് ചെയ്തിട്ടില്ല. വിച്ച് ഇസ് നോട്ട് എ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻഷുറൻസ് കമ്പനി, യെസ്, നോട്ട് എ സബ്സിഡറി അല്ല. പിന്നെ ഇതൊരു MSME ആണ്. ദ ഫേം വിഷസ് ടു അവൈൽ എക്സംപ്ഷൻ ഇൻ 2024-25. എക്സംഷൻസ് അവൈൽ ചെയ്യാം. കഴിഞ്ഞ വർഷം അതൊരു MSME ആണ്. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ വർഷം അതൊരു ലാർജ് എൻറ്റിറ്റി ആണെങ്കിലോ, 2 വർഷമെങ്കിലും MSME ആയിക്കഴിഞ്ഞാൽ എക്സംഷൻസ് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി MSME ഡെഫിനിഷൻ എഴുതിയിട്ട് ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു MSME ആണ്. MSME ആയതുകൊണ്ട് എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു MSME ആണ്. അതുകൊണ്ടോ അവൈൽ ചെയ്യാം, എക്സംഷൻസ് അവൈൽ ചെയ്യാം. പക്ഷേ നമുക്കൊരു അസംഷൻ എടുത്തു, കഴിഞ്ഞ വർഷവും ഇതൊരു MSME ആണെങ്കിലോ 2 വർഷമായി എക്സംഷൻസ് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? അതെ, അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോബ്ലം വരെ എത്തി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇവരുള്ളതൊക്കെയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിന് എല്ലാ അറ്റംപ്റ്റിലും ഒരു 7 മാർക്കിനെങ്കിലും പ്രോബ്ലം എല്ലാ അറ്റംപ്റ്റിനും ചോദിക്കുന്ന ഒരെണ്ണമാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ MCQ ചോദിക്കാം. നമുക്ക് നോക്കാം. ഫോളോയിങ് ആർ ദ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ഡാർക്ക് ലിമിറ്റഡ് as at 31st March 2022 and on 31st March 2025 and 31st March 2024. 2 ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട്. എന്നൊക്കെ, ഫോളോയിങ് ആർ ദ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ഡാർക്ക് ലിമിറ്റഡ് as on 31st March 2025 and on 31st March 2024. 2 ബാലൻസ് ഷീറ്റ്. ഷെയർ ക്യാപിറ്റൽ 250, 195, 250, 195. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15, 10, 8% ബെഞ്ചസ്. ഇതൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതർ ഇൻഫർമേഷൻ, ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിംഗ് ദ 2024-25 is 3 lakh. ഇത് ഏത് അണ്ടറിൽ വരണം? ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ ആക്ടിവിറ്റീസിന് 3 ആയിട്ട് തിരിക്കണം, ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിംഗ്. ഇത് ഫിനാൻസിംഗ് അണ്ടറിൽ വരണം. ഡിപ്രീസിയേഷൻ ചാർജ് ഡ്യൂറിംഗ് ദി ഇയർ 20 lakh. അപ്പോൾ ഇത് ഏത് മെത്തേഡ് ചെയ്യും, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്? ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ഫുൾ P&L ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഫ്രഷ് ഡെബഞ്ചേഴ്സ് ഫോർ ഇഷ്യൂഡ് ഓൺ 1st April 2024. ഡെബഞ്ചേഴ്സ് നോക്കിക്കേ, ഇങ്ങനെ നോക്ക്. ക്യാപിറ്റൽ 195 ആയിരുന്നു, 250 ആയി. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് അതേത് ആക്ടിവിറ്റി, ഫിനാൻസിംഗിന് അണ്ടറിൽ കാണിക്കണം. അപ്പം 195, 250 ആയി. അപ്പോൾ ദാറ്റ് മീൻസ് എത്ര രൂപയുടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 55. ആ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഏതിന് അണ്ടറിൽ? ഫിനാൻസിംഗിന് അണ്ടറിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 55. ഇതൊക്കെ അല്ലേ? ഇനി പ്രോഫിറ്റ്, ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിലാണ് നമ്മൾ സാധാരണ എവിടെ തുടങ്ങുന്നത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിലാണ് നമ്മൾ ഏത് മെത്തേഡിൽ തുടങ്ങുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡിൽ തുടങ്ങുന്നത്. പക്ഷേ അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കണം. 10, 15 നമ്മൾ ഡിഫറൻസ് എത്ര? 5. ആ 5 എടുത്തു. ആ 5ൽ നിന്ന് വേണം നമ്മൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. 10, 15 -10. അതിൽ നിന്ന് വേണം നമ്മൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ദെൻ 8% ഡെബഞ്ചേഴ്സോ 40 lakh എന്നുള്ളത് 50 lakh ആയി. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 10 lakhൻ്റെ പുതിയ ഡെബഞ്ചർ കൂടി ഇഷ്യൂ ചെയ്തില്ലേ? അത് എന്ന് ഇഷ്യൂ ചെയ്തെന്ന് പറയുന്നു? ഈ വർഷം ഓപ്പണിംഗിൽ തന്നെ ഇഷ്യൂ ചെയ്തേക്കുന്നു. അപ്പം അതെന്തിനാ പറഞ്ഞത് ഞാൻ പറയാം. അപ്പോൾ 10 lakhൻ്റെ ഡെബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കുന്നു ഏത് ആക്ടിവിറ്റി? ഫിനാൻസിംഗ്. ദ ഇഷ്യൂ ഓഫ് ഡെബഞ്ചേഴ്സ് പറഞ്ഞുകൊണ്ട് 10 lakh പൈസ കിട്ടി, ഫിനാൻസിംഗിന് അണ്ടറിൽ കാണിച്ചേക്കുന്നു. അപ്പം ഇതിന് ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് 8% അല്ലേ? ഏതിന് എടുക്കണം? 40 lakhനോ 50 lakhനോ? 40 lakh ഓപ്പണിങ്ങിനുണ്ട്, 10 lakh അഡീഷണൽ ഓപ്പണിങ്ങിൽ തന്നെ ഇഷ്യൂ ചെയ്തു. അപ്പം ഈ വർഷം ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ 50 lakhൻ്റെ 8%. 50 lakhൻ്റെ 8% എന്ന് പറയുമ്പോൾ എത്ര? 4 lakh.
ആ ഇൻട്രസ്റ്റോ അതിപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും, അത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും, അതിനോട് എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. പിന്നെയോ ഇതിൽ ഇപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നുണ്ട് 2. അപ്പം ഈ 4-ൽ 2 കുറച്ചിട്ട് ബാക്കി എത്രയായിരിക്കും നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ? ഈ വർഷത്തെ ഇൻട്രസ്റ്റ് 4, അതിൽ 2 ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേ ചെയ്തേക്കുന്ന എത്രയേ കാണുള്ളൂ? ഇൻട്രസ്റ്റ് പെയ്ഡ് 2 കാണുള്ളൂ. അത് ഫിനാൻസിങ്ങിൻ്റെ അണ്ടറിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കാം, നെഗറ്റീവായിട്ട് കാണിക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ ട്രേഡ് പേയബിൾസ് കൂടിയോ കുറഞ്ഞോ? 82-75 ആയിട്ട് കുറഞ്ഞു. ട്രേഡ് പേയബിൾസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ കുറഞ്ഞു, അപ്പം നെഗറ്റീവായിട്ട് കാണിക്കണം. അൺപെയ്ഡ് ഇൻട്രസ്റ്റോ വേണ്ട, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എടുക്കുന്നു. പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്ത് കരുതണം? ഇത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ, ഇത് ഈ വർഷത്തെ പ്രൊവിഷൻ. ഈ വർഷത്തെ പ്രൊവിഷനോ ഓൾറെഡി നമ്മൾ പിയാനിൽ അത്രയും കുറച്ചിട്ടുണ്ടാവും ഈ ക്ലോസിംഗ് ബാലൻസ് വന്നപ്പം. നമ്മളപ്പോൾ അത് എന്ത് ചെയ്യണം? പ്രൊവിഷൻ്റെ കൂടെ ഈ വർഷത്തെ പ്രൊവിഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെന്തിനാ? എങ്കിലേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് കിട്ടുള്ളൂ. ദെൻ ഈ പ്രൊവിഷനോ അത് നമ്മൾ ഈ വർഷം പേ ചെയ്തിട്ടുണ്ടാവും. അവസാനം ഏറ്റവും ലാസ്റ്റ് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് മൈനസ് ചെയ്യേണ്ടതോ ഇത്. അപ്പോൾ പ്രൊവിഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇങ്ങനെ കരുതണം, ഓപ്പണിങ്ങിലെ പ്രൊവിഷൻ ഈ വർഷം പേ ചെയ്തു, ഈ വർഷത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം പിയാനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഓക്കെ. ദെൻ പ്രോപ്പർട്ടി പ്ലാൻ ഇക്വിപ്മെൻറ്റ് 205 എന്ന് പറയാം 255. അപ്പോൾ ഒരു 15 പർച്ചേസ് ചെയ്തല്ലോ. പക്ഷേ ഇവിടെ നോക്കി ഡിപ്രീസിയേഷൻ 20 lakh ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷനോട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും കൂടി. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതൊരു അക്കൗണ്ട് വരയ്ക്കുവാണെങ്കിലോ, പി അക്കൗണ്ട് വരയ്ക്കുവാണെങ്കിലോ ഓപ്പണിംഗ് എത്ര? ഓപ്പണിംഗ് എമൗണ്ട് മാത്രം. ബാലൻസ് ബ്രോഡോ എത്ര? 205. ക്ലോസിംഗ് എത്ര? എറിഡോ 255. ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടല്ലേ ഇത്രയും വന്നേ. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര? 20 lakhs. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കിട്ടില്ലേ? നമ്മൾ എത്ര രൂപ പർച്ചേസസ് ചെയ്തിട്ടുണ്ട്? 275 വരണം. അപ്പോൾ അഡീഷണൽ നമ്മൾ എത്ര രൂപ അസറ്റ് മേടിച്ചിട്ടുണ്ടാവും? 70. സോ നമ്മൾ മേടിച്ചേക്കുന്ന 70യുടെ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഏത് ആക്ടിവിറ്റി? ഇൻവെസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ ദേ പർച്ചേസ് ഫിക്സഡ് അസറ്റ്. ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പം 255 ഉണ്ട് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇല്ലായിരുന്നെങ്കിലോ 255 + 20 275 വന്നേനെ. ഓപ്പണിംഗ് എത്രയാണ്? 205. അപ്പോൾ ദാറ്റ് മീൻസ് എത്രേൻ്റെ പുതിയ അസറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും? 70. പിന്നെ ഡിപ്രീസിയേഷനും അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയതുകൊണ്ട് പ്രോഫിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഗുഡ് വിൽ 8 എന്നുള്ളത് 6 ആയി. അപ്പോൾ എന്ത് ചെയ്തു? ഗുഡ് വിൽ ഒരു 2 റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ അമോർട്ടൈസേഷൻ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അതും എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഇൻവെൻട്രീസ് 42 എന്നുള്ളത് 28 ആയിട്ട് കുറഞ്ഞു. ഇൻവെൻട്രി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. സോ ഡിക്രീസ് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് 14 ആഡ് ബാക്ക് ചെയ്യണം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ. ദെൻ ട്രേഡ് റിസീവ്സ് 52 ആയി, കൂടി 2 കൂടി. അപ്പോൾ അത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ട്രേഡ് റിസീവ്സ് കൂടി എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച പൈസ കിട്ടി കാണുള്ളൂ. അപ്പോൾ അത് മൈനസ് ചെയ്യണം. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഓപ്പണിംഗ് 27, ക്ലോസിംഗ് 59. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദ ബിഗിനിങ് 27, സെക്കൻഡ് ലാസ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദ എൻഡ് 59. അപ്പോൾ നമുക്ക് തന്നെ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 32 എന്ന് കിട്ടും. ഇനി അതല്ല ആൻസർ നമ്മൾ നോക്കിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, അത് ഇതിനകത്ത് കാണിക്കണം. ഫിനാൻസിങ് ആക്ടിവിറ്റീസിന് എൻട്രി കാണിക്കണം. പിന്നെയോ ഈ ഡിവിഡൻഡ് പെയ്ഡ് എന്ത് ചെയ്യണം? പ്രോഫിറ്റിനോട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ക്ലോസിങ്ങിൽ എത്രയാണ്? 15 ഉണ്ട്. ഓപ്പണിംഗ് എത്രയായിരുന്നു? 10. അപ്പോൾ ഈ വർഷത്തെ അഡീഷൻ ടു പ്രോഫിറ്റ് യാൻഡിൽ എത്ര രൂപയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്? 5. ഇത് ഏതൊക്കെ ശേഷമായിരിക്കും? ഡിവിഡൻഡ് 3 കൊടുത്തതിന് ശേഷവും ദെൻ പ്രൊവിഷൻ 8ന് ശേഷം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇത് നമുക്ക് തന്നിട്ടില്ല, വേണം ഞാൻ ഇങ്ങനെയും പറഞ്ഞുതരാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ആദ്യം ടാക്സ് പ്രൊവിഷൻ കുറച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഡിവിഡൻഡും കൊടുത്തതിന് ശേഷം ഒരു 5 രൂപ എക്സസ് ഉണ്ട്, അത് നമ്മൾ ഓപ്പണിങ്ങിലൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണ് 15 വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ റിവേഴ്സ് വർക്ക് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സും അമോർട്ടൈസേഷനും ഗുഡ് വില്ലും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് എക്സ്ട്രാ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഇവിടെ എഴുതണമായിരുന്നു കേട്ടോ, ഈ പ്രൊവിഷൻ ഫോർ ടാക്സിന് ശേഷം. ഇതാണ് കറക്റ്റ് 60. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 4, ഡിപ്രീസിയേഷൻ 20. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 42. അപ്പോൾ ദാറ്റ് മീൻസ്
ഇച്ചിലൂടെ കയറ്റി എഴുതണമായിരുന്നു കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ എക്സ്ട്രാ റേറ്റും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ വെച്ച് ബാലൻസ് ചെയ്യണമായിരുന്നു കേട്ടോ. ക്ലിയർ? അപ്പം ഇൻഡയറക്റ്റ് മെത്തേഡ് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാവുന്ന കുറച്ച് ഏരിയ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതിൽ നിന്ന് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്തു. ഇങ്ങനെ പർച്ചേസ് ഫിക്സഡ് അസറ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തെടുക്കുക. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ അത് തന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പേജ് വരച്ചിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കുറേ സ്പേസ് ഇടുക. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ്, എന്നിട്ട് ഓരോന്നിനും അണ്ടറിൽ ഓരോരോ ഐറ്റംസ് എഴുതേണ്ടത് എഴുതി പോരുക. അപ്പം ഷെയർ കൂടി അപ്പം തന്നെ ഫിനാൻസിങ്ങിൻ്റെ അണ്ടറിൽ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കുക. 8% ബെഞ്ചസോ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഫിനാൻസിങ്ങിൻ്റെ അണ്ടറിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇവിടെ മേടിച്ച് ഇഷ്യൂ ചെയ്ത ഡേറ്റ് പറയുന്നത്. അപ്പോൾ ബിഗിനിങ്ങില്ല. അപ്പം 50 ലാഖിൻ്റെ 8% 4 ലാഖ് വരും. 4 ലാഖ് അപ്പം എക്സ്പെൻസസ് അല്ലേ, അത് ഓപ്പറേറ്റിംഗ് അണ്ടറിൽ ഇപ്പോൾ പിയാനിൽ തന്നെ എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ. അത് ഓപ്പറേറ്റിംഗ് അല്ല, ഫിനാൻസിങ് പോകുന്ന എക്സ്പെൻസാണ്. അപ്പോൾ അത് പ്രോഫിറ്റിനൂടെ ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ടോ അതിൽ എത്ര പേ ചെയ്തു? ഒരു 2 കുറച്ചിട്ട് ബാക്കി 2 പേ ചെയ്തിട്ടുള്ളൂ. അത് ഫിനാൻസിങ് അണ്ടറിൽ മൈനസ് ചെയ്യണം. ദെൻ ട്രേഡ് പേബിൾസ് കൂടിയിട്ടുണ്ട്, അപ്പോൾ തന്നെ അത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ ട്രേഡ് പേബിൾ കുറഞ്ഞു, അപ്പോൾ അത് മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒന്നും പറയുന്നില്ലെങ്കിലോ, ഇത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് പ്രൊവിഷൻ, അതിപ്പോൾ ഈ വർഷം പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് അണ്ടറിൽ ഏറ്റവും ലാസ്റ്റ് ഇതാണ് ഈ വർഷം പിയാനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഇതിനോട് ആഡ് ബാക്ക് ചെയ്യണം ഇൻക്രീസിനോട്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടാൻ വേണ്ടി. ദെൻ എക്യുപ്മെൻറ്റ് ഇത് നമ്മൾ ഡിഫറൻസ് നേരെ ഡിപ്രിസിയേഷൻ ഇല്ലെങ്കിൽ ഇത് 50 മേടിച്ചു എന്ന് കരുതാം. ഡിപ്രിസിയേഷനും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് 50 അഡീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 70 അസറ്റ് മേടിച്ചിട്ടുണ്ട്, 70 ലാഖിൻ്റെ അസറ്റ് മേടിച്ചു. അത് ഇൻവെസ്റ്റിംഗ് അണ്ടറിൽ ഡിപ്രിസിയേഷൻ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഏതാണ് നെറ്റ് പ്രോഫിറ്റിനോട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഗുഡ് വിൽ അമോർട്ടൈസ് ചെയ്തേക്കുന്നതോ അമോർട്ടൈസേഷൻ ഗുഡ് വിൽ അതും ആഡ് ബാക്ക് ചെയ്യണം നോൺ ക്യാഷ് ആയിട്ട് ആയതുകൊണ്ട്. ഇൻവെൻറ്ററി കുറഞ്ഞു, അത് ആഡ് ബാക്ക് ചെയ്യണം. ട്രേഡ് റെസിബിൾസ് കൂടി, അത് ലെസ് ചെയ്യണം. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എഴുതുക. ഡിവിഡൻഡ് പെയ്ഡ് അതെന്ത് ചെയ്യണം? ഫിനാൻസിങ് അണ്ടറിൽ കാണിക്കണം. പക്ഷേ അത് പിയാൻഡറിൽ ഈ ക്ലോസിംഗ് ബാലൻസ് എടുത്തപ്പോൾ ഡിവിഡൻഡ് പെയ്ഡൊക്കെ മൈനസ് ചെയ്തിട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് തിരിച്ചത് ആഡ് ബാക്ക് ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ? ക്യാഷ് ഫ്ലോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇനി കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ്. ഒത്തിരി തിയറി ഒരുപാട് വന്നെന്ന് ഓർത്തുകൊണ്ട് ഈ എക്സാം മുഴുവൻ തിയറി ആയിരിക്കും എന്ന് കരുതണം കേട്ടോ. ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തിയറി പക്ക തിയറി ക്വസ്റ്റ്യൻ മാക്സിമം 1-2 വരുള്ളൂ കേട്ടോ. ഇത് കണ്ട് RTPയിൽ കൂടുതൽ തിയറി എന്നോർത്തുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. Is it clear? While preparing its financial statements for the year ended, ഏതിൻ്റെ പ്രൂളോ? AS4 contingents and events occurring after balance sheet date. While preparing its financial statements for the year ended 31st March 2025, B Limited has come across the following events which took place after 31st March 2025. The financial statements of the company were approved by the board of directors on 30th May 2025. അപ്പോൾ എന്താ ഇവൻസ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം എന്നാൽ ഇത് അപ്രൂവ് ചെയ്യുന്നതിന് സമയം വരെ നടക്കുന്ന ഇവൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇവൻസ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഇതിനെ നമ്മൾ അഡ്ജസ്റ്റിംഗ് ആയിട്ട് എടുത്ത് ഫിനാൻഷ്യൽസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എപ്പം ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഇങ്ങനൊരു സിറ്റുവേഷനും കണ്ടീഷൻസും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റിംഗ് ഇവൻസ്. അങ്ങനെ ഒരു സിറ്റുവേഷനും കണ്ടീഷനും ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിലോ അത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ഇനി നോക്കാം. B Limited started negotiation with S Limited during 2000. നമ്മളിപ്പോൾ ആരുടെ കാര്യം പറയുന്നത്? B Limited started negotiation with S Limited during 24-25. കഴിഞ്ഞ വർഷം തന്നെ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു ടു അക്വയർ ദർ കൺസ്യൂമർ ഡ്യൂറബിൾ ബിസിനസ് ഫോർ 400 lakhs. അവരുടെ കൺസ്യൂമർ ഡ്യൂറബിൾ ബിസിനസ് മേടിക്കാൻ വേണ്ടി അതായത് നമ്മളൊരു ഡിവിഷൻ മേടിക്കാൻ വേണ്ടി നമ്മൾ പ്രപ്പോസൽ നടക്കുമായിരുന്നു. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഡീൽ വാസ് ഫൈനലൈസ്ഡ് ഇൻ 20th April 2025. ഈ ഡീൽ ഫൈനലൈസ് ചെയ്തത്, അതായത് ടേംസ് ആൻഡ് അഗ്രിമെൻറ്റ്സ് ഒക്കെ ഫൈനലൈസ് ചെയ്തത് അടുത്ത വർഷം. ആൻഡ് B Limited ഇൻവെസ്റ്റ് 275 lakhs ബിഫോർ 30th May. അപ്പം പുതിയൊരു ഡിവിഷൻ നമ്മൾ മേടിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഒരു കാര്യം നോക്കട്ടെ, ഇത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണോ? കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനും കണ്ടീഷനും ഉണ്ടല്ലോ, ചിലർ അങ്ങനെ ചിന്തിക്കും. ഓക്കെ, എന്നിട്ടോ ഈ വർഷം നമ്മൾ അപ്രൂവ് ആയി. അപ്പോൾ ഒരു അഡ്ജസ്റ്റിംഗ് ആയിട്ട് എടുത്തോളെ. അഡ്ജസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനൊരു ഷെയർ മേടിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നേരത്തെ റെക്കോർഡ് ചെയ്യണോ? ഇത് ഫിനാൻഷ്യൽസിൽ എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ് ഒരു ഐറ്റം ആണോ? അല്ല. ഇതിന് പകരം ദിസ് ഡീൽ വാസ് ഫൈനലൈസ്ഡ് ഇൻ 31st March, ബിഫോർ 31st March ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായി. ഇപ്പോൾ അതിന് പൈസ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കൺഫേം ആയി. അങ്ങനെയാണ് നമുക്കത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കാറ്. സോ ഇത് ഈ പ്രോബ്ലത്തിലോ എന്തായിട്ട് എടുത്താൽ മതി? സിഗ്നിഫിക്കൻറ്റ് ഇവൻസ് ബോത്ത് ഫെയർ ഓൺ. ഇത് ബാലൻസ് ഷീറ്റ് ഡേറ്റിനും അപ്രൂവലിന് ശേഷം നടക്കുന്ന ഇവൻസ്. അത് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റിംഗ്, ഇല്ലെങ്കിൽ നോൺ അഡ്ജസ്റ്റിംഗ്. അക്വിസിഷൻ കൺസ്യൂമർ ബിസിനസ് is an event occurring after balance sheet date. However, it is a non-adjusting event. It does not affect the determination of the condition of the amount stated in financial statements. The disclosure should be made in report of the approving authority about the financial statements. അത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെങ്കിലോ അപ്രൂവിംഗ് അതോറിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിപ്പോർട്ടിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി. ഫിനാൻഷ്യൽസിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല.
അടുത്തത് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് ഫോർ 31 March 2025 ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓഡിറ്റർ ഡിസ്കവേർഡ് എ ഫ്രോഡ് ഓഫ് 1,25,000 ഡൺ ബൈ ദ അക്കൗണ്ടന്റ് ഓഫ് ദ കമ്പനി. കഴിഞ്ഞ വർഷം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചു. ഫ്രോഡ് വാസ് ഡിസ്കവേർഡ് ഇൻ 20th April. അപ്രൂവ് ചെയ്യുന്നതിന് ഇപ്പം കണ്ടുപിടിച്ചു. ദ അക്കൗണ്ടന്റ് ഓഫ് ദ കമ്പനി ഹാഡ് ലെഫ്റ്റ് ദ ജോബ് ആൻഡ് അബ്സ്കോണ്ടഡ് ഓൺ 29th March. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഫ്രോഡാണ്, അക്കൗണ്ടിന് ഇത് മുക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽസ് തന്നെ എഫക്റ്റ് ഉള്ള റൈറ്റ് അല്ല ഇത്? യെസ്. അപ്പോൾ അത് കൺഫേം ആയി. സോ ഇതൊരു അഡ്ജസ്റ്റിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇത് എന്ത് ചെയ്യണം, കഴിഞ്ഞ ഫിനാൻഷ്യൽസ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു അഡ്ജസ്റ്റിംഗ് ആണ്. ദെൻ എ ഫയർ ഇൻഗൾഫ്ഡ് ദ വെയർ ഹൗസ് ഓഫ് ബി ലിമിറ്റഡ് ഓൺ 13th April 2025. അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഫയർ ഉണ്ടായി ആൻഡ് ഡിസ്റ്റോർഡ് ഇൻവെന്ററി വർത്ത് 15 lakh സ്റ്റിൽ ദേ. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടീഷൻ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഇത് എന്ത് ഇവൻ്റ് നോട്ട് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ്. അപ്പോൾ അതുകൊണ്ടോ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് തൽക്കാലം ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിപ്പോർട്ട് കാണിച്ചാൽ മതി. പക്ഷേ ഇത് നമ്മൾ ഗോയിങ് കൺസേണിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിലോ, അങ്ങനെയാണ് സ്പെസിഫിക്കലി പറയേണ്ടതാണ്. ഇനി ഇത് ഗോയിങ് കൺസേണിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലോസ് ആണെങ്കിൽ മാത്രം അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, അഡ്ജസ്റ്റിംഗ് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങളൊന്ന് നോക്കിക്കൂടാം. ഓക്കെ. ദെൻ അടുത്തത് ഇതിനകത്ത് ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ AS ആണെന്നാണ് പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ അല്ല, AS10ൻ്റെ പ്രോബ്ലമാണ്. AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക് AS തന്നെ മാറിപ്പോയിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. വേറെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ. ഓൺ 1st April 2024, Y Limited purchased an industrial plot of land for 50 lakh for the purpose of construction of new factory. ഒരു ലാൻഡ് മേടിച്ചു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ദിസ് കോസ്റ്റ് ഓഫ് 50 lakh ഇൻക്ലൂഡ് ലീഗൽ കോസ്റ്റ് ഓഫ് 2,50,000 ഇൻക്ലൂഡ് ഇൻ ദ പർപ്പസ് അക്വിസിഷൻ ഓഫ് പ്ലോട്ട്. ലാൻഡ് മേടിക്കാൻ വേണ്ടി ലീഗൽ കോസ്റ്റ്, രജിസ്ട്രേഷൻ ചാർജസ് അതോട് കൂട്ടിയാണ് ഈ 50 lakh വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ രജിസ്ട്രേഷൻ ചാർജസ് ഇനി ഇതിനോട് ആഡ് ചെയ്യണോ? ഇതിൽ 50 lakh ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. 50 lakh നമ്മൾ കോസ്റ്റിനോട് തന്നെയല്ലേ എടുക്കണ്ടേ? ലാൻഡ് മേടിക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചാർജസ്, അതരം പ്രോപ്പർട്ടി എഴുതാനുള്ള, ടൈറ്റിൽ എഴുതാനുള്ള ചാർജസ്, രജിസ്ട്രേഷൻ ചാർജസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെ ഇതിനോട് തന്നെ ഇൻക്ലൂഡഡ് ആണ്, അതിനോട് തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ ഫർദർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി commenced on 1st May 2024. കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറിയുടെ വർക്ക് തുടങ്ങിയത് 1st May 2024. ദ Y Limited provides you the following details of cost incurred in relation to the above construction. ഇപ്പോൾ ഫാക്ടറി ബിൽഡിംഗ് പണിയാൻ വേണ്ടിയുള്ള ടോട്ടൽ കോസ്റ്റ്, കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. പ്രിപ്പറേഷൻ ആൻഡ് ലെവലിംഗ് ഓഫ് ദ ലാൻഡ് 1,60,000. ഇത് എന്ത് ചെയ്യാം? കോസ്റ്റിനോട് ആഡ് ചെയ്യാം, ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിനോട് ആഡ് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് പെർ മന്ത് 58,000 ഒരു മന്തി വരുന്നുണ്ട്. അത് കൺസ്ട്രക്ഷന് വേണ്ടിയുള്ളതല്ലേ, അതും ആഡ് ചെയ്യാം. അങ്ങനെ എത്ര മന്ത്സ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് അത്രയും നാളത്തെ ആഡ് ചെയ്യാം. പർച്ചേസ് റോ മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ ആഡ് ചെയ്യാം. കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ് ദ വർക്ക് ടു ന്യൂ ഫാക്ടറി ഫോർ വർക്ക്. ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റാഫിന് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവോ അതൊരിക്കലും നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. റീലൊക്കേഷൻ കോസ്റ്റുകൾ നമുക്ക് ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല, ഇതൊരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല. ദെൻ കോസ്റ്റ് ഓഫ് ഇനാഗുറൽ ഫംഗ്ഷൻ ഓഫ് ദ ന്യൂ ഫാക്ടറി ഓൺ 1st January 2025. അപ്പം കൺസ്ട്രക്ഷൻ നമ്മൾ എന്ന് കഴിഞ്ഞ് കാണും? 1st January. നമുക്ക് നോക്കാം. ഇനാഗുറേഷൻ എക്സ്പെൻസോ ഒരിക്കലും നമ്മൾ കോസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓവർ ഹെഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ഡയറക്ട്ലി ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി പെർ മന്ത് ആയി തന്നേക്കുന്നത്, ഇതും എടുക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫാക്ടറി വാസ് കംപ്ലീറ്റഡ് ഇൻ 31st December 2025 ആൻഡ് ദ പ്രൊഡക്ഷൻ വുഡ് കമൻസ് ഫ്രം 1st February. അപ്പോൾ ഇന്ന് വരെയുള്ള കോസ്റ്റ് നമുക്ക് എടുക്കാം, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള സമയത്തെ കോസ്റ്റ് എടുക്കാം. അപ്പം കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും? ഈ 50 lakh ഇൻക്ലൂഡിംഗ് ലീഗൽ ചാർജസ്, ഞാൻ 3 മാത്രമേ എഴുതുന്നുള്ളൂ. പ്രിപ്പറേഷൻ ആൻഡ് ലെവലിംഗ് ഓഫ് ദ ലാൻഡ് 1,60,000 കോസ്റ്റിനോട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആൻസർ ഉണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് 58,000. പക്ഷേ 58,000 വെച്ചിട്ട് അങ്ങനെ എത്ര മന്ത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്? ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് മെയ്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 8 months. 8 monthsലെ 58,000 into 8. ദെൻ പർച്ചേസ് റോ മെറ്റീരിയൽസ് എടുക്കാം. 42 lakh 48,000. ദെൻ കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ് പറ്റില്ല, 95,000 പറ്റില്ല. ഓവർ ഹെഡ് കോസ്റ്റ് പറ്റും, 50,000 into 8. കോസ്റ്റിനോട് ഇത്രയും ചാർജ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. Then the construction factory was completed on 31st December. Production commenced from 1st February 2025. The overall useful life of factory building was estimated at 40 years from the date of completion. അപ്പോൾ 40 yearsലേക്ക് ബിൽഡിംഗ് ഡിപ്രിഷിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിനെ ലാൻഡ് ഡിപ്രിഷിയേറ്റ് ചെയ്യരുത് കേട്ടോ, ബിൽഡിംഗ് 40 yearsലേക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്യാം. Then however it is estimated that the roof would need to be replaced in 20 years after the date of completion. പക്ഷേ ബിൽഡിങ്ങിൻ്റെ റൂഫ് 20 years കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഡിപ്രിസിയേഷൻ എടുക്കാൻ വേണ്ടി കോമ്പൗണ്ടിൻ്റെ മെത്തേഡ് വേണം ചെയ്യാൻ. അതായത് ഡിപ്രിസിയേഷൻ എടുക്കുമ്പോൾ റൂഫിൻ്റെ വാല്യൂവിന് 20 yearsലേക്കും ബാക്കിയുള്ള ബിൽഡിങ്ങിൻ്റെ വാല്യൂവിന് 40 yearsലേക്ക് ഡിപ്രിസിയേഷൻ. ദ കോസ്റ്റ് ഓഫ് ദ റീപ്ലേസിംഗ് ദ റൂഫ് അറ്റ് ദ കറന്റ് പർച്ചേസ് വിൽ ബി 25% ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിന് 25% ആയിരിക്കും എന്തെന്ന് എഴുതേണ്ടത്? റൂഫിൻ്റെ കോസ്റ്റ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫാക്ടറി വാസ് പാർഷ്യലി ഫിനാൻസ്ഡ് ബൈ എ ലോൺ ഓഫ് 56 lakh raised from State Bank of India on 1st April 2024 at an interest rate of 9% per annum. ഫാക്ടറി കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി 56 lakhൻ്റെ ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോൺ എടുത്തത് 1st April.
ഇൻട്രസ്റ്റ് റേറ്റ് 9%. പക്ഷേ എന്നോട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാപിറ്റലൈസ് ചെയ്ത് തുടങ്ങാനുള്ള കണ്ടീഷൻ ബോറോയിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം. അത് ഫസ്റ്റ് ഏപ്രിൽ തൊട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് മീൻസ് ആക്ടിവിറ്റീസ് ആണ് പ്രോഗ്രസ് ആയിരിക്കണം. എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടുണ്ടാവണം. ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ വേണ്ടി നമ്മൾ എക്സ്പെൻഡിച്ചർ മുടക്കി, അല്ലെങ്കിൽ വർക്ക് തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് മെയ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെയ് തൊട്ട് കംപ്ലീറ്റ് ആവുന്ന സമയം വരെ 31 ഡിസംബർ വരെ എത്ര നാളത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ദാറ്റ് മീൻസ് 8 മന്ത്സിൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക. അത് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് കേട്ടോ. ഡ്യൂറിംഗ് ദി പീരീഡ് വെൻ ദ ലോൺ പ്രൊസീഡ്സ് ഹാവ് ബീൻ ഫുള്ളി യൂട്ടിലൈസ് ടു ഫിനാൻസ് ദ കൺസ്ട്രക്ഷൻ വൈ ലിമിറ്റഡ് ഏൻഡ് ആൻ ഇൻകം ഓഫ് 50,000 ഓൺ ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ പ്രൊസീഡ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 50,000 മൈനസ് ചെയ്യണം. അസ്യൂം ദാറ്റ് ദ നെറ്റ് ഫിനാൻസ് കോസ്റ്റ് നീഡ്സ് ടു ബി അലോക്കേറ്റഡ് ടു ദ കോസ്റ്റ് ഓഫ് ഫാക്ടറി ലാൻഡ്. ദാറ്റ് മീൻസ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇതൊരു ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് എടുക്കാം. 8 മന്ത്സിൽ എടുത്തോളൂ. എന്നാലും ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് എടുക്കാം. ക്ലിയർ? ആൻഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ബി ക്യാപിറ്റലൈസ് ഫോർ 8 മന്ത്സ് പീരീഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് 8 മന്ത്സ് പീരീഡിൽ ഇൻട്രസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 8 മന്ത്സ് പീരീഡിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇൻട്രസ്റ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ കോസ്റ്റ്. ഇൻട്രസ്റ്റ് എങ്ങനെ ഇൻട്രസ്റ്റ് എത്ര ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് പറയാം 56 lakh ഇൻറ്റു, ഇതെന്തൊരു ചെറിയ മിസ്റ്റേക്ക് അവർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റു 9% ഇൻറ്റു 8/12 ഇൻട്രസ്റ്റ്. ഇതെത്ര വരും? $336,000 ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഒരു 50,000 എന്ത് ചെയ്യണം? ടെമ്പററി ഇൻകം കിട്ടിയേക്കുന്നത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനോട് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എമൗണ്ട് എത്രയേ ഉള്ളൂ? 2,86,000 ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ആൻസർ കീ നോക്ക്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ ക്യാരിങ് വാല്യൂ ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഫാക്ടറി ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡ്. ആദ്യം as at 31st March 2025 as per the provisions of relevant accounting standards. അത് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിനല്ല, PPയുടെ ബേസിലുള്ള കോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്ലോട്ട് 50 lakh, ലെവലിംഗ് ഓഫ് ലാൻഡ് 1,60,000 ആഡ് ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് അങ്ങനെ 8 മന്ത്സിൽ അതായത് 4,64,000 എടുക്കാം. ദെൻ പർച്ചേസ് മെറ്റീരിയൽ എടുക്കാം. ഓവർ ഹെഡ് കോസ്റ്റ് ഡയറക്ട്ലി 50,000 ഇൻറ്റു 8 4 lakh എടുക്കാം. പിന്നെ ബോറോയിങ് കോസ്റ്റ്, ഇതാണ് അവരുടെ തെറ്റ്. 56 lakh ഇൻറ്റു 9% ഇൻറ്റു 9 months. അവർ തന്നെ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നുണ്ട് എത്ര നാളത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. 8 months പീരീഡ്. എന്നിട്ട് അവർ ചെയ്തേക്കുന്നുണ്ടോ 9 months? അല്ലെങ്കിൽ നോക്ക്, ലോൺ എടുത്തിട്ട് 9 months ആയല്ലോ, പക്ഷേ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഫസ്റ്റ് മെയ് തൊട്ടില്ലേ? കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മെയ് തൊട്ടില്ലേ? 3 കണ്ടീഷൻസ് ഉണ്ട്. ബോറോയിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, ആക്ടിവിറ്റീസ് ആർ ഇൻ പ്രോഗ്രസ് ആയിരിക്കണം, എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഫസ്റ്റ് മെയിലല്ലേ ബാക്കി. സോ ഫസ്റ്റ് മെയ് ടു 31st ഡിസംബർ, അത് 8 months എടുക്കാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇതിനകത്ത് വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടോ ഇവർ തന്നിരിക്കുന്ന എമൗണ്ട് അല്ല എടുക്കേണ്ട ടോട്ടൽ കോസ്റ്റ്. ചെറിയൊരു വ്യത്യാസം. എന്തുകൊണ്ട് ചെറിയൊരു വ്യത്യാസം പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിന് വ്യത്യാസം. ടോട്ടൽ കോസ്റ്റ് ഇവരുടെ തന്നിരിക്കുന്ന എത്രയാണ്? 1,06,000 ആണെങ്കിൽ 1,06 lakh ആണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? ഒരു 42 ഡിഫറൻസ് വരും. 42 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തേക്കുന്നത് 3,78,000 അല്ലേ? അതായത് 9 months എടുത്തു. നമുക്ക് എടുക്കാൻ പറ്റുന്നത് 36 അല്ലേ? ദാറ്റ് മീൻസ് ഒരു 42,000 ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇൻട്രസ്റ്റിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതിപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ തെറ്റിച്ചൊക്കെ തരുന്നത് സ്റ്റുഡൻസിന് ഒരുപാട് സമയം കളയും. അതുകൊണ്ടാണ് നമ്മൾ ഈ റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് അങ്ങനെ എടുക്കണോ ഇങ്ങനെ എടുക്കണോ? ചില ആൾക്കാർക്ക് പിന്നെയും കൺഫ്യൂഷൻ ആവും. ക്വസ്റ്റൻ 8 months എന്ന് പറയുമ്പോൾ ഇവിടെ 9 months എടുത്തേക്കുന്നത്, ഇനി അങ്ങനെ ആയിരിക്കും, ലോൺ എടുത്ത സമയം തൊട്ട് ചാർജ് ചെയ്യണമായിരിക്കും. അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ, ഇതാണ് ശരി. ഇനി ഇതിന് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അയ്യോ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ? ലാൻഡിന് ഡിപ്രീസിയേഷൻ വേണോ? അപ്പം ഇത് ലാൻഡിൻ്റെ കോസ്റ്റ് എത്രയാണ്? ഇതവിടെ നിൽക്കട്ടെ. ഇനി ഈ 1,05,600 ഡിപ്രീസിയേഷൻ എടുക്കാൻ വേണ്ടി കേട്ടോ, ഇതിൽ ലാൻഡിൻ്റെ കോസ്റ്റ് എത്രയാണ്? 50 lakh. അതിന് ഡിപ്രീസിയേഷൻ വേണോ? വേണ്ട. ഇതിൽ നിന്ന് ലാൻഡ് കുറച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ കോസ്റ്റ് എത്ര? ലാൻഡിൻ്റെ ഡിപ്രീസിയേഷൻ 0. ഇനി ഇതാണ് ഇതിൻ്റെ 25% ആണ് റൂഫിൻ്റെ. അപ്പോൾ റൂഫിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നു ഇതിന് 25%, 13,89,500 വരും. ഇനി അതർ ദാൻ റൂഫ് എത്ര വരും? ഇത് കുറയ്ക്കുക. അതായത് ഞാനിതിനൊന്ന് ബ്രേക്കപ്പ് ചെയ്തൂടെ? ഇതിന് ഇനി ഡിപ്രീസിയേഷൻ എടുക്കുമ്പോഴോ, റൂഫിന് ഡിപ്രീസിയേഷൻ എടുക്കുമ്പോഴോ എത്ര നാളും കൊണ്ട്? 20 years. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 69. അതേ ഇൻറ്റു ഇപ്പം ഡിപ്രീസിയേഷൻ എടുക്കുമ്പോൾ എത്ര നാളത്തെ എടുക്കാവുള്ളൂ?
കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആക്ച്വൽ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോഴല്ല കേട്ടോ, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയം തൊട്ട് നമുക്ക് റെഡി ടു യൂസ് ആവുന്ന സമയം തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പം ഡിസംബറിലല്ലേ കംപ്ലീറ്റ് ആയി, റെഡി ടു കൺസ്ട്രക്ഷൻ പ്രൊഡക്ഷൻ തുടങ്ങിയത് 1 മാർച്ചിലായിരിക്കും. അതോടെ നിൽക്കട്ടെ, റെഡി ടു യൂസ് ആയത് എന്നാ 31 ഡിസംബർ. അപ്പം 3 മാസത്തെ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ 9061 എന്ന് പറയും. ഇത് ചെറിയ തെറ്റുണ്ടേ. ദെൻ ഇതിൻ്റെ 40 ഇയേഴ്സിലേക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഫുൾ ഇയർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എത്ര വരും? 1,04,000. പക്ഷേ ഇത് 3 months എന്ന് പറയുമ്പോഴോ അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്ര വരും? 26,053. ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, 3/12 അല്ലേ. അപ്പം ചെറിയൊരു വ്യത്യാസം ഇതുമായിട്ട് ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത് എന്താ? ഒരു 42,000 ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഈ ആസറ്റാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ 43,000. ഇപ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 43,422. അത് മൈനസ് ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ വാല്യൂ നമ്പറാണ് കാണിക്കേണ്ടത്. 1,05,14,578. എന്തുകൊണ്ട് ഡിഫറൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷൻ വ്യത്യാസം വന്നുകൊണ്ട് കേട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ് ദ വർക്കേഴ്സ് ടു ദ ന്യൂ ഫാക്ടറി ഫോർ വർക്ക് ആൻഡ് കോസ്റ്റ് ഓഫ് ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡയറക്ട്ലി അട്രിബ്യൂട്ട് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഹെൻസ് നോട്ട് കൺസിഡേർഡ്. അതൊന്നും നമുക്ക് ഫാക്ടറിയുടെ കോസ്റ്റിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് PPയുടെ പ്രോബ്ലമാണ്. ക്ലിയർ? അത്യാവശ്യം നല്ലൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് വൈസ് വേണം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. റൂഫിന് വേറെ, അതർ ദാൻ റൂഫ് ബിൽഡിങ്ങിന് വേറെ. പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ലാൻഡിന് ഡിപ്രീസിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കോമ്പൗണ്ട് വൈസ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്, കോമ്പൗണ്ട് വൈസ് അക്കൗണ്ടിങ് പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ എല്ലാം കൂടെ കവർ ചെയ്യുന്നതാണിത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എറ ലിമിറ്റഡ് installed according for government rented rule. Era Limited installed plant and machinery costing 100 lakhs on 1st April 2023 and received a government grant of 40% towards the cost on the same day. അപ്പോൾ 100 lakhs മിഷനറി പർച്ചേസ് ചെയ്തു, അതുകൊണ്ട് ഗവൺമെൻറ് ആൻഡ് 40% കിട്ടി, അതായത് 40 lakh കിട്ടി. ദ ഗ്രാൻഡ് വാസ് ക്രെഡിറ്റഡ് ദ പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട്. ഗ്രാൻഡ് കിട്ടുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഡിപ്രീഷ്യബിൾ അസറ്റ് ഒന്നെങ്കിൽ അസറ്റിന് കുറയ്ക്കാം, അല്ലെങ്കിൽ ഡെഫേർഡ് ഇൻകം കാണിക്കാം. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നിന്ന് മൈനസ് ചെയ്തു. ദ ലൈഫ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി 5 years. 5 yearലേക്ക് വേണം ഡിപ്രീഷിയേറ്റ് ചെയ്യാം. റെസിജ്വൽ വാല്യൂ 10 lakh. അപ്പോൾ ഇതിൽ നിന്ന് 10 lakh കുറച്ചിട്ടുള്ള എമൗണ്ടിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. കമ്പനി ചാർജസ് ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര വരും? 100 lakh മേടിച്ചു, 40 lakh ഗ്രാൻഡ് കിട്ടി, അത് കുറച്ചിട്ട് ബാക്കി 60 lakh. 60 lakh റെസിജ്വൽ വാല്യൂടെ കുറച്ചിട്ട് ബാക്കി 50 lakh ഡിപ്രീഷിയേറ്റ് ചെയ്താൽ മതി. എത്ര വർഷം കൊണ്ട്? 5 yearsലേക്ക്. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 10 lakh. ആഫ്റ്റർ 1 year കമ്പനി ഹാഡ് ടു റീഫണ്ട് ദ ഗ്രാൻഡ് ടു ദ എക്സ്റ്റെൻഡ് 25 lakh. ഈ കിട്ടിയ ഗ്രാൻഡ് 40 lakh 25 lakh റീഫണ്ട് ചെയ്യണമെന്നു 1st April 2024 എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ. ആൻഡ് ഡ്യൂ ടു നോൺ കംപ്ലൈൻസ് വിത്ത് സർട്ടൻ കണ്ടീഷൻസ് യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എറ ലിമിറ്റഡ് ഫോർ ദ ഫസ്റ്റ് 2 years ഓഫ് ദ എബോവ് ട്രാൻസാക്ഷൻ. അതായത് 2 yearലെ എൻട്രീസ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് പ്രോബ്ലം ചോദിച്ചിട്ട് കുറച്ച് നാളായി, അപ്പോൾ അതുകൊണ്ട് മേ ബി ഇനിയുള്ള അറ്റംപ്റ്റിൽ ചോദിക്കാം. സോ അസറ്റ് മേടിക്കുന്ന സമയത്തുള്ള എൻട്രി, പ്ലാന്റ് ആൻഡ് മിഷനറി പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി, പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട് ടു ബാങ്ക് 100 lakh, ഇതൊക്കെ അല്ലേ. ഗ്രാൻഡ് അതിൻ്റെ 40% കിട്ടി, അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ സോ ഗ്രാൻഡ് കിട്ടുമ്പോൾ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ടു പ്ലാന്റ് ആൻഡ് മിഷനറി 40 lakh. അപ്പോൾ ബാക്കി എത്ര? 60 lakh ആണെങ്കിൽ നെറ്റ് കോസ്റ്റ് ബുക്ക് വാല്യൂ ഇപ്പോൾ 60 lakh അല്ലേ. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴോ ഈ 60 lakh ഡിവൈഡ് ബൈ 5 അല്ല, 60 lakh മൈനസ് 10 lakh എന്താണെങ്കിലും സ്ക്രാപ്പ് വാല്യൂ കിട്ടുള്ളൂ. ബാക്കി 50 lakh ഡിപ്രീഷിയേറ്റ് ചെയ്താൽ മതി. എത്ര വർഷം കൊണ്ട്? 5 yearsലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 10 lakh വരും. ഡിപ്രീസിയേഷൻ കൊണ്ടിട്ട് പ്ലാന്റ് ആൻഡ് മിഷനറി 10 lakh. അപ്പോൾ ഡിപ്രീസിയേഷൻ പിയാനിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ പിയാനിലെ കൊണ്ടിട്ട് ഡിപ്രീസിയേഷൻ 10 lakh. ഇതൊക്കെ അല്ലേ. അപ്പം ഒരു വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞപ്പോൾ അസറ്റിൻ്റെ വാല്യൂ എത്ര വന്ന് കാണും? 100 lakh ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് 40 lakh ഡിപ്രീസിയേഷൻ, പിന്നെ ഒരു 10 lakh ഡിപ്രീസിയേഷൻ. 100 lakh ഉണ്ടായിരുന്നു, 40 lakh ഗ്രാൻഡ്, അപ്പോൾ നെറ്റ് കോസ്റ്റ് 60 lakh. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക 50 lakh. സ്ക്രാപ്പ് വാല്യൂ അത് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എത്ര കാണും? 50 lakh. അതിനൂടെ 25 lakh റീഫണ്ട് ചെയ്തു. റീഫണ്ട് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി, അതായത് പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറി ആഡ് ചെയ്യണം. സോ പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട് ബാങ്ക് ഗ്രാൻഡ് റീഫണ്ട് ചെയ്യണം 25. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ 75 കാണും. ഈ 75 ഡിപ്രീസിയേഷൻ എടുക്കുമ്പോൾ 75 - 10 ഡിവൈഡ് ബൈ ഇനി റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 4 years. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 16.25. ആ ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മിഷനറി അത് പിയാനിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ പിയാനിൽ ടു ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 100 lakh - 40 - 10 ഡിവൈഡ് ബൈ 5. അപ്പോൾ ആ ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 10 lakh. ഇനി സെക്കൻഡ് ഇയറിലേക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിക്കും, ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അസറ്റിൻ്റെ കോസ്റ്റ്, ഈ വർക്കിങ്ങിന് മാർക്കുണ്ടായ അസറ്റിൻ്റെ കോസ്റ്റ് 100 lakh, അതിൽ നിന്ന് ഗ്രാൻഡ് കിട്ടി 40 lakh. അപ്പോൾ നെറ്റ് കോസ്റ്റ്
60. ആ 60ക്ക് ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയറിൽ എടുക്കുമ്പോൾ 60 - 10 ഡിവൈഡ് ബൈ 5. ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ 10. അപ്പോൾ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ഇനി വാല്യൂ 50 ലാക്ക്. ആ 50 ലാക്കിനൂടെ റീഫണ്ട് ഓഫ് ഗ്രാൻഡ് ആഡ് ചെയ്യുക. അപ്പോൾ 75 വന്നു. 25 ആഡ് ചെയ്തു. അപ്പോൾ 75 വന്നു. ഇനി 75 - 10 ഡിവൈഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 4 years. അപ്പോൾ അടുത്ത വർഷത്തെ ഡിപ്രിസിയേഷൻ 16.25. ഇസ് ഇറ്റ് ക്ലിയർ? ഈ വർക്കിങ്ങിന് മാർക്കുണ്ടേ? ഓക്കെ ആണോ? ഗവൺമെൻറ് ടാറ്റ് ഇസ് ഇറ്റ് ക്ലിയർ? അമാൽഗമേഷൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് അമാൽഗമേഷൻ എല്ലാ എക്സാമിനും മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എല്ലാ അറ്റംപ്റ്റിലും അമാൽഗമേഷനാണ്. സോ അമാൽഗമേഷൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം വർക്കൗട്ട് ചെയ്തു. പക്ഷേ മെയിൻ പ്രശ്നം ഈ ടൈമിനുള്ളിൽ തീർക്കണം. നമുക്ക് നോക്കാം. ദെൻ A Limited and B Limited were amalgamated on 31st March 2025 to form a new company named AB Limited. രണ്ടുപേരുടെ അമാൽഗമേറ്റ് ചെയ്തു, പുതിയൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി. AB Limited, എ ബി കൂടി AB Limited. ഓക്കെ. പ്രയർ ടു ദ അമാൽഗമേഷൻ ബാലൻസ് ഷീറ്റ് ഓഫ് 2 companies. രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റിന് മുമ്പത്തെ അമാൽഗമേഷന് മുമ്പത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും. ഷെയർ ക്യാപിറ്റൽ റിസോഴ്സസ് നോൺ കറന്റ് ലോങ് ഡെപ്പോസിഷൻ ഉണ്ട്, ട്രേഡ് പേബിൾസ് ഉണ്ട്, പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെന്റ് ഉണ്ട്, നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഇൻവെന്ററീസ്, ട്രേഡ് റിസോഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ആയി. ബാലൻസ് ഷീറ്റ് വേണ്ടല്ലോ. നോട്ട്സ് ഷെയർ ക്യാപിറ്റൽ 100 ഈസ്, രണ്ടിൻ്റെ ഫേസ് വാല്യൂ 100 ഈസ് ആണ്. ഷെയർ ക്യാപിറ്റൽ രണ്ടുപേരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ റിസർവ് സർപ്ലസ്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ്. മിക്കവാറും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആയിരിക്കും. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ലോങ് ടൈം നോട്ട്സ് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ, ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് AB Limited will be 100 lakhs equity shares of 10 each. Will be rupees 100 lakh. 100 lakh ഉള്ളൂ. ഇവിടെ എത്ര ഉണ്ടല്ലോ? ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പം 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എന്ന് വരും. ആൻഡ് 7.5 lakh 9% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 each. അപ്പോൾ പുതിയ കമ്പനിയുടെ നോട്ട്സ് അക്കൗണ്ട്സിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്പർ കൊണ്ട് എഴുതാനുള്ള ഫിഗേഴ്സ് ആയല്ലോ. AB Limited will issue 4 equity shares for each equity share of A Limited. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്ന് നോക്കണേ. A Limitedൽ എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്? 864 lakh ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 8.64 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് A Limitedലുള്ളത്. അവർക്ക് ഒരാൾക്ക് 4 ഷെയർ കൊടുക്കും. അപ്പോൾ 34 lakh 56 ആൾക്ക് 4 വെച്ച് കൊടുക്കും. 34 lakh 56 lakhs ഇക്വിറ്റി ഷെയർസ് കൊടുക്കണം. ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10 ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് 25 അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു 25. മറ്റേ തന്നിരിക്കുന്നതോ പ്രീമിയം ഒക്കെ അക്കൗണ്ട് ചെയ്യേണ്ടത് അത് പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിൽ, AB Limitedൻ്റെ ബുക്കിലല്ലേ. അപ്പം ഇത്രയും ഞാൻ പറയാം. അപ്പോൾ ഇത് മിക്കവാറും 100 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എന്നുള്ളത് 100 lakh നമ്പർ ആയിരിക്കും കേട്ടോ. നോക്കട്ടെ, 100 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ റുപ്പീസ് സിമ്പിളിലൂടെ വെട്ടണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ AB Limited വിൽ ബി, റുപ്പീസ് അല്ല, വിൽ ബി 100 lakh ഇക്വിറ്റി ഷെയർസ് റുപ്പീസ് 10 each. നമ്മുടെ ബ്രെൻഡി മാത്രമാണ് ഇഷ്യൂ. നോക്കട്ടെ, ഇത് ചെറിയൊരു മിസ്റ്റേക്കാണ്. ഈ ഒരു 100 rupees എന്നുള്ളത് തെറ്റാണ്. കാരണം ആൻസർ കീഴിൽ നോക്കിക്കേ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പോൾ 1000 lakhs എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നു കേട്ടോ. ഇത് 100 lakh നമ്പറാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, AB Limited will issue 4 equity shares for each equity shares. ഒന്നുകൂടെ ഞാൻ പറയാം, എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? 864 lakh എമൗണ്ട്. ഒരെണ്ണത്തിൻ്റെ ഫേസ് വാല്യൂ 100. അപ്പം A Limitedൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്? 8.6. അതിൽ ഒരാൾക്ക് 4 ഷെയർ വെച്ച് കൊടുക്കും. അപ്പം 34 lakh 56 നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് പുതിയ കമ്പനി കൊടുക്കണം. പുതിയ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് ഇത്. ഒരെണ്ണത്തിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്, പക്ഷേ ഇഷ്യൂ പ്രൈസ് 25 ആണ്. അപ്പം പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോഴോ ഇവർക്ക് എത്ര കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 864. അതായത് അവരുടെ പഴയ ക്യാപിറ്റലിന് തുല്യമായിട്ട് തന്നെ ക്യാപിറ്റൽ കൊടുക്കും. പക്ഷേ ഇത് പ്രീമിയത്തിലാണ്. ഇതിനകത്ത് ഓർക്കണം, ഇതിൽ 10 rupees ഫേസ് വാല്യൂം ബാക്കി 15 പ്രീമിയം അല്ലേ. ക്യാപിറ്റൽ നമ്പറോട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതോ ഇത് ഇൻറ്റു 10. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്പറോട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതോ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 50. പുതിയ കമ്പനിയുടെ ബുക്കിൽ ക്യാപിറ്റൽ നമ്പറാണ് ഇക്വിറ്റി ഷെയർ, ക്യാപിറ്റൽ നമ്പറാണ് ഇത്ര, പ്രീമിയം നമ്പറാണ് ഇത്ര. ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ 864. ഇനി
അടുത്ത എന്താ പറയുന്നത്, എ ബി ലിമിറ്റഡ് വിൽ ഇഷ്യൂ 5 ഇക്വിറ്റി ഷെയർസ് ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർ ഇൻ ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിൽ എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്? ഞാൻ ജസ്റ്റ് റഫായിട്ട് വർക്കിംഗ് കാണിക്കുന്നുള്ളൂ കേട്ടോ. 8. ഇനി ബി ലിമിറ്റഡിൻ്റെ കഥ പറയാം. ബി ലിമിറ്റഡ് എ ലിമിറ്റഡിൻ്റെ, ഇനി ബി ലിമിറ്റഡിൻ്റെ 8 ഡിവൈഡ് ബൈ 100 നമ്പർ 8.1. 8.1 ഇൻറ്റു ഒരാൾക്ക് 5 എണ്ണം വെച്ച് കൊടുക്കും 40.5. ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കും. ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? ഇവർക്കും ഷെയർ കൊടുക്കുന്നതോ ഫേസ് വാല്യൂ ഇക്വിറ്റി ഷെയർ എ ബി 10 ആണ്. ഇഷ്യൂ പ്രൈസ് അത് മേളിൽ പറയുന്നുണ്ടല്ലോ 10 ആണെന്നുള്ളത്. ഇഷ്യൂ പ്രൈസ് 25 ബി ലിമിറ്റഡിന് കൊടുക്കുന്നത്. അപ്പോൾ 25 കൊടുക്കും, 10 ഫേസ് വാല്യൂ, അപ്പോൾ ബാക്കി 15 പ്രീമിയം. അപ്പം പർച്ചേസ് കൺസ്ട്രക്ഷൻ നമ്പർ കൊണ്ട് എടുക്കുമ്പോഴോ 1012.15. ഇനി ക്യാപിറ്റൽ നമ്പറാണോ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്പറാണോ? രണ്ടുപേർക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഏതിന്? ഈ ലിമിറ്റഡിന്. ഞാൻ റഫായിട്ട് ചെയ്ത് കാണിച്ചേക്കുന്നു കേട്ടോ. And then preference shareholders of A Limited and B Limited are issued equivalent number of 9% redeemable preference shares of 100 each. AB Limited at an issue price of 200 per share. ഇതിൻ്റെ നമ്പർ കണ്ടുപിടിക്കണമല്ലോ. രണ്ടുപേർക്ക് ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇത് ഇക്വിറ്റി ഷെയറിന് എ ബി രണ്ടുപേരുടെയും ഇക്വിറ്റി ഷെയർസിനുള്ളത് കേട്ടോ. ഇനി രണ്ട് കമ്പനിയുടെയും പ്രിഫറൻസ് ഷെയർസിന് എന്തൊക്കെ കൊടുക്കുന്നുള്ളത്? പ്രിഫറൻസ് ഷെയർസ് എത്ര ഉള്ളത്? 324 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് 3.24. എന്നിട്ടോ സെയിം ഈക്വൽ നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുന്നല്ലേ പറയുന്നത് അല്ലേ? ഈക്വൽ നമ്പർ ഓഫ് 9% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇപ്പം ഇവിടെ 8% പ്രിഫറൻസ് ഷെയർ എന്ന് പറയാൻ 9% പ്രിഫറൻസ് ഷെയർ കൊടുക്കും. അത് ഡിവിഡൻറ്റിൻ്റെ കാൽക്കുലേഷൻ അല്ലേ. 100 ഈസ് അറ്റ് ആൻ ഇഷ്യൂ പ്രൈസ് 200 വെച്ച് കൊടുക്കും. എണ്ണം സെയിമാണ്. അതിൽ 100 ഫേസ് വാല്യൂ, 100 പ്രീമിയം. ഇപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസസിലോ പർച്ചേസ് കൺസ്ട്രക്ഷൻ ഇവരുടെ എടുക്കുമ്പോൾ 648 വരും. ഇനി ഇതിനകത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 324 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അടുത്തത് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി അടുത്ത കമ്പനി ബി ലിമിറ്റഡിനെ സംബന്ധിച്ച പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ എത്ര? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ 216 ഡിവൈഡ് ബൈ 100. അപ്പം നമ്പർ ഓഫ് ഷെയർസ് 2.16 ഇൻറ്റു 200 പർച്ചേസ് കൺസ്ട്രക്ഷൻ എടുക്കുമ്പോൾ 432. ഇനി അതിലെ ക്യാപിറ്റൽ പാർട്ട് 100, പ്രീമിയം 100, 200. ക്യാപിറ്റൽ പാർട്ട് നമ്പർ ഉണ്ട് 216. സെക്യൂരിറ്റീസ് പ്രീമിയം നമ്പർ ഉണ്ട് 216. ഇസ് ഇറ്റ് ക്ലിയർ? പർച്ചേസ് കൺസ്ട്രക്ഷൻ ഇവരുടെ അവസ്ഥയിൽ എടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന അല്ലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ഇനി വേറെ ഇല്ലെങ്കിൽ 1512. പർച്ചേസ് കൺസ്ട്രക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. Then existing 8% debenture holders of both the companies will get 9% redeemable preference shares. Oh, debenture holders in preference share കൊടുക്കുന്നത് of 100 is for debenture holders എന്താ കൊടുക്കുന്നത്? 100 is 3 debentures held by them for 3 debentures held by them at an issue price of 150 each. Existing 8% debenture holders of both the companies will get 2 9% preference shares of 100 is for 3 debentures held by them at an issue price of ഡെബഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഡെബഞ്ചേഴ്സ് ഇനി പർച്ചേസ് കൺസിഡറേഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെബഞ്ചേഴ്സ് എത്ര ഉള്ളത്? 90 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമ്പർ 0.9. എങ്ങനെയാ? 3 ഡെബഞ്ചർ ഉള്ളവർക്ക് പുതിയ കമ്പനിയിൽ 2 പ്രിഫറൻസ് ഷെയർ കിട്ടുന്നുണ്ടോ? ഇവർക്ക് ഡെബഞ്ചർ അല്ല കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നത്. എന്നോർത്തുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ എടുക്കില്ല. ഷെയർ ഹോൾഡേഴ്സിന് ഓണേഴ്സിന് കൊടുക്കുന്നല്ലേ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കുള്ളൂ. പക്ഷേ ഇവർക്ക് എത്ര കൊടുക്കണം എന്ന് വെച്ചാൽ ഇൻറ്റു 2/3 3ഉള്ളവർക്ക് 2. അപ്പോൾ 0.6 പ്രിഫറൻസ് ഷെയർ കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ എങ്ങനെ? 100 റുപ്പീസിൻ്റെ പ്രിഫറൻസ് ഷെയർ 150ക്കാണ് കൊടുക്കുന്നത്. സോറി, ഡെബഞ്ചേഴ്സിന് കൊടുക്കുമ്പോൾ 100 റുപ്പീസിൻ്റെ പ്രിഫറൻസ് ഷെയർ 150ക്ക്. 3 ഡെബഞ്ചർ ഉള്ളവർക്ക് 2 പ്രിഫറൻസ് ഷെയർ കൊടുക്കും അല്ലേ? അപ്പം 150 ഷെയർ കൊടുക്കുന്നത്. അതിൽ ക്യാപിറ്റൽ 100, പ്രീമിയം 50. അത്യാവശ്യം നല്ല വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇനി ഡെബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ 90യുടെ ഡെബഞ്ചർ കൊടുക്കണം. അതിൽ 60-30
ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ബാക്കി 30 പ്രീമിയം. ഇതൊരിക്കലും പർച്ചേസ് കൺസിഡറേഷൻ എടുക്കരുത് കേട്ടോ, കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന മാത്രമേ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കാവുള്ളൂ. ദെൻ അടുത്ത കമ്പനിയെ സംബന്ധിച്ചോ എത്ര രൂപയുടെ ഡിബഞ്ചർ ഉണ്ട്? ഡിബഞ്ചർ 48 ഡിവൈഡഡ് ബൈ 100 4.8 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ അവിടെ 2 കിട്ടുള്ളൂ, ഇവിടെ 3 ഉണ്ടെങ്കിൽ 0.30 150. ടോട്ടൽ എത്ര എമൗണ്ടിൻ്റെ 48 ലാഖിൻ്റെ ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർ കിട്ടും. അതിൽ 150 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രീമിയം. Then all the current assets and current liabilities of A Limited and B Limited are taken over by AB Limited at a book value except inventory which is taken over at AB എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂ തന്നെ ടേക്ക് ഓവർ ചെയ്യും. പക്ഷേ ടേക്കൺ ഓവർ വിച്ച് ഇസ് ടേക്കൺ ഓവർ അറ്റ് 4% ലെസ് ദാൻ ദർ ബുക്ക് വാല്യൂ. അയ്യോ, അസറ്റ് ഏറ്റെടുത്തപ്പോൾ സെയിം ബുക്ക് വാല്യൂലല്ല, 4% കുറച്ചാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ മെർജർ ആവില്ല, പർച്ചേസ് ആവുള്ളൂ. അതെങ്ങനെ? എല്ലാ അസറ്റ്സും ബുക്ക് വാല്യൂ തന്നെ ടേക്ക് ഓവർ ചെയ്താലേ മെർജർ ആവുള്ളൂ. അപ്പോൾ ഇത് മെർജർ അല്ല, പർച്ചേസാണ്. സോ 4% കുറച്ച് എടുക്കുന്നത്. അപ്പം ഇൻവെൻട്രി എടുക്കുമ്പം ഈ അസറ്റ്സ് ഇൻവെൻട്രി എടുത്തു കഴിയുമ്പം ഇത് 4% കുറച്ചെടുക്കണം. പിന്നെയോ ട്രേഡ് റിസീവ്സ് എടുക്കുമ്പോൾ അതിനൊരു 5% പ്രൊവിഷൻ കുറച്ച് കാണിക്കണം. ട്രേഡ് റിസീവ്സ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 5% പ്രൊവിഷനോട് കുറച്ചെടുക്കണം. ദെൻ AB Limited required to maintain the investment allowance reserve for 3 more years. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് 3 വർഷത്തോടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിൽ അമാൽഗമേഷൻ റിസർവ് പർച്ചേസ് ആയതുകൊണ്ടോ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു എൻട്രി എഴുതണം. എന്ത് എൻട്രി? അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്. എന്നിട്ട് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവ് റിസർവ് സർപ്ലസ് ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും ഇതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് AB Limited ആഫ്റ്റർ അമാൽഗമേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അമാൽഗമേഷൻ നേച്ചർ ഓഫ് പർച്ചേസ് എലോങ് വിത്ത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആസ് പെർ ഷെഡ്യൂൾ 3. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപയുടെ ഇക്വിറ്റി ഷെയർ കൊടുക്കണം? 864. ദെൻ 1000. ഇത് രണ്ടും മനസ്സിലായല്ലോ അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 864, 1000 12.5. ഞാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും 648. അങ്ങനെ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ 1512 പർച്ചേസ് കൺസിഡറേഷൻ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന കൺസിഡറേഷൻ അത് ഇഷ്യൂ പ്രൈസിൽ തന്നെ എടുക്കണം കേട്ടോ. ദെൻ അടുത്തത് 1444. ഇത് രണ്ടും മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഇത് വാല്യൂ ഇരിക്കണം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ വേണം റെക്കോർഡ് ചെയ്യാൻ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ മാത്രം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പാർട്ട് മാത്രം കേട്ടോ, ക്യാപിറ്റൽ മാത്രം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇവർക്ക് കൊടുക്കേണ്ടത്, അടുത്ത ആൾക്ക് കൊടുക്കേണ്ടത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കേണ്ട ക്യാപിറ്റൽ, അടുത്ത ക്യാപിറ്റൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ക്യാപിറ്റൽ, അടുത്ത ക്യാപിറ്റൽ 1382.6 എന്ന് വരും. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും സെക്യൂരിറ്റീസ് പ്രീമിയം എല്ലാം കൂടെ കൂട്ടി ആഡ് ചെയ്താലോ? നോക്കാം. ഹൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്, B Limitedൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുമ്പോൾ ഉള്ള പ്രീമിയം, ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രീമിയം, B Limitedൻ്റെ, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ കൊടുക്കുമ്പോൾ പ്രീമിയം 1711.9 സെക്യൂരിറ്റീസ് പ്രീമിയം കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ ധ്വനിക്കാനുണ്ട്. പിന്നെ ഈ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന് അമാൽഗമേഷൻ്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന ഷെയർസ് ഒക്കെ എന്ത് ചെയ്യണം? ഈ ഷെയറിലെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന് കൊടുത്തിരിക്കുന്നതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കാമല്ലോ. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിസർവും കാണിക്കണം. ബാക്കി റിസർവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. ട്രേഡ് പേബിൾസോ നേരെ രണ്ടും കൂടെ ആഡ് ചെയ്തെടുത്താൽ പോരെ. ട്രേഡ് പേബിൾസോ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നേരെ ട്രേഡ് പേബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് പേബിൾസ് രണ്ടും കൂടെ നേരെ ആഡ് ചെയ്താൽ മതി. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. 428.4 പ്ലസ് 189.6 618 ട്രേഡ് പേബിൾസ് 618. ലൈബിലിറ്റി സൈഡിലെ ഒരു ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രോപ്പർട്ടി പ്ലാനിലേക്ക് വേണ്ടോ, നേരെ എന്ത് ചെയ്യണം? വേറെ ഒന്നും പറയുന്നില്ല, നേരെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. പ്രോപ്പർട്ടി പ്ലാനിലേക്ക് നോട്ട് കൊടുക്കണേ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വിൽ ഞാൻ പറയാം. നോൺ കറന്റ് ഇൻവെസ്റ്റ്മെൻറ്റോ
ഒന്നും പറയുന്നില്ല, നേരെ രണ്ടും കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ എളുപ്പമുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെൻറ്റ് 972 + 702 വേറെ 1674. ഇനി ഇൻവെസ്റ്റ്മെൻറ്റോ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സെയിം ബുക്ക് വാല്യൂവിലായിരിക്കും എടുത്തേക്കുന്നത്. 162 + 54 216. ഇൻവെസ്റ്റ്മെൻറ്റ് 216. ദെൻ ഇൻവെൻട്രീസ്. പക്ഷേ ഇൻവെൻട്രീസ് എടുക്കുക കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 4% കുറച്ചിട്ട് വേണ്ടി എടുക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് 350 + 275 625 വരും, -4% 600. അപ്പോൾ അതിന് വർക്കിംഗ് എടുക്കണം കേട്ടോ. ഇൻവെൻട്രീസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കുറേ എളുപ്പമാടാ. എല്ലാം ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ അതിനകത്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇൻവെൻട്രി 600. ഇനി ട്രേഡ് റിസീവബിൾസ് എടുത്ത് കഴിയുമ്പോഴോ ഒരു 5% പ്രൊവിഷൻ കുറച്ചെടുക്കണം അല്ലേ. 360 + 380 740 -5% 703. ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ. 316 + 209 525. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 525. ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഈ ഗുഡ്വില്ലൊക്കെ കണ്ടുപിടിക്കാനും ക്യാപിറ്റൽ റിസർവ് വരാനും, അതായത് ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി കുറേ എണ്ണം നമുക്ക് ഹെഡിങ്സ് ശരിയാക്കാൻ വേണ്ടി പറ്റും, വർക്കിങ്സ്. ഇനി ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസ് എത്ര കൊടുക്കണം? 90/48. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് 19/48. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തേക്കുന്ന എല്ലാം ബുക്ക് വാല്യൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി ബുക്ക് വാല്യൂ, നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ബുക്ക് വാല്യൂ. ഇൻവെന്ററി എടുക്കുമ്പോൾ 4% പ്രൊവിഷൻ കുറച്ചിട്ട്. ദെൻ ട്രേഡ് റിസീവബിൾസ് എടുക്കുമ്പോൾ ഒരു 5% പ്രൊവിഷൻ കുറച്ചിട്ട് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പോൾ അസറ്റ്സ് എല്ലാം. ലൈബിലിറ്റീസോ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കണ്ടേ? എത്ര രൂപയ്ക്ക് ടേക്ക് ഓവർ ചെയ്യുന്നത്? 90ക്കും 48നും. ദെൻ ട്രേഡ് പേബിൾസോ സെയിം ബുക്ക് വാല്യൂവിൽ രണ്ടും കുറയ്ക്കുക. അപ്പോൾ നെറ്റ് അസറ്റ്സ് എത്രയാണെന്ന് കിട്ടും? 1609 1342. പക്ഷേ അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പർച്ചേസ് കൺസിഡറേഷൻ 1512ഉം 1444 അല്ലേ പർച്ചേസ് കൺസിഡറേഷൻ. അത് നമ്മൾ ഡിഫറൻസ് ചെയ്യുമ്പോഴോ ആദ്യത്തെ കമ്പനിയെ സംബന്ധിച്ചോ നെറ്റ് അസറ്റിനേക്കാളും കുറവാണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ക്യാപിറ്റൽ റിസർവ്. പർച്ചേസ് കൺസിഡറേഷൻ കൂടുതലാണ്, ഗുഡ്വിൽ കുറവാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റിനേക്കാളും കുറവാണ്. സോ ക്യാപിറ്റൽ റിസർവ് 97.6. അത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിന് അണ്ടറിൽ കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് 97.6 വന്ന് മനസ്സിലായോ? ദെൻ അടുത്ത കമ്പനിയെ സംബന്ധിച്ചോ നെറ്റ് അസറ്റ്സ് ഇത്രേ ഉള്ളൂ, പർച്ചേസ് കൺസിഡറേഷൻ കൂടുതലാണ്. സോ ഗുഡ്വിൽ. ആ ഗുഡ്വില്ലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഈ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ 92.1 കാണിച്ചിരിക്കും. ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 97.6 ഇവിടെ രണ്ട് കമ്പനി എന്നുള്ള ഐഡൻറ്റിറ്റി ഇല്ലല്ലോ, ഇപ്പോൾ എല്ലാം കൂടെ ഒന്നല്ലേ. അപ്പം വേണമെങ്കിൽ 97.6 ക്യാപിറ്റൽ റിസർവ് അല്ലേ കൂടുതൽ. 92.1 നെറ്റ് എഫക്റ്റ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 5.5 കാണിച്ചാലും മതി. ഒരു കമ്പനി മേടിച്ചപ്പോൾ ക്യാപിറ്റൽ റിസർവ്, അടുത്ത കമ്പനിയെ സംബന്ധിച്ച് ഗുഡ്വിൽ. അപ്പം നെറ്റ് എഫക്റ്റ് 5.5 എന്നും പറഞ്ഞുകൊണ്ട് നേരെ ക്യാപിറ്റൽ റിസർവ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആൻസർ ചെയ്താലും നിങ്ങളുടെ ആൻസറിൻ്റെ മാർക്ക് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് റീറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഒരു കമ്പനി മേടിച്ചപ്പോൾ ഗുഡ്വില്ലാണ്, അടുത്ത കമ്പനിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ റിസർവാണ്. അപ്പോൾ അതെന്താ രണ്ടായിട്ട് കാണിച്ചത്? ഒരുമിച്ച് നെറ്റ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഇവിടെ 5.5 വരും. ബാലൻസ് ഷീറ്റ് പിന്നെ ഗുഡ്വിൽ കാണിക്കാൻ വേണ്ട. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ റഫായിട്ടൊന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ആൻസർ കീ പക്കാ ഗണേഷനൊക്കെ ഒരു 40 മാർക്സ്. സ്പീഡ് ചെയ്യാനും പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13. A17 segment reporting. Whether the interest expenses relating to overdraft and other operating levels identified to a particular segment should be included in the segment expense or no. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒരിക്കലും ഒരു സെഗ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല. സെഗ്മെൻറ്റ് എക്സ്പെൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുമല്ലേ. ഇനി അത് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. Interest expense relating to overdraft and other operating liabilities identified a particular segment should not be included as a part of segment expense unless the operations of the segments are primarily of financial nature. അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഓപ്പറേഷൻ തന്നെ, നമ്മളൊരു ബാങ്കാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മാത്രം പറ്റും. ഓർ അൺലെസ് ദി ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തു, ഇൻവെൻട്രിയുടെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെഗ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ലാതെ നോർമലി ഒരു ലോൺ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് ലൈബിലിറ്റീസ് എടുക്കുമ്പോൾ ഈ ബോറോയിങ്സ് ഒന്നും എടുക്കാറില്ല. അതുകൊണ്ട് സെഗ്മെൻറ്റ് എക്സ്പെൻസസ് എടുക്കുമ്പോൾ ഒരു സെഗ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇത്രയെന്ന് നമുക്ക് സ്പെസിഫിക്കലി അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് വീതിച്ചെടുക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഓപ്പറേഷൻ ആയിരിക്കണം. Then explain brief the accounting treatment of assets given under operating lease in the books of lessor. ഓപ്പറേറ്റിംഗ് ലീസിന് കൊടുത്തു കഴിഞ്ഞാലോ ലെസറിൻ്റെ ബുക്കിൽ തന്നെ വേണം അസറ്റ്സ് കാണിക്കാൻ. അസറ്റ്സ് ആരുടെ ബുക്കിൽ തന്നെ കാണിക്കണം?
ലെസറിൻ്റെ ബുക്കിൽ തന്നെ അസറ്റ്സ് ആയിട്ട് കാണിക്കണം. ലീസ് ഇൻകം ഫ്രം ഓപ്പറേറ്റിംഗ് ലീസോ എന്ത് ചെയ്യണം? സ്ട്രേറ്റ് ലൈൻ ബേസിസ് ഓവർ ദ ലീസ് ടൈം. ഒന്നെങ്കിൽ ലീസ് ടൈം 10 വർഷമാണ്, 10 വർഷത്തേന് നമ്മൾ, അല്ലെങ്കിൽ 5 വർഷമാണ്, 5 വർഷത്തിന് ഈക്വലി നമ്മൾ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ 5 വർഷത്തേന് എങ്ങനെയാണോ അവർ പ്രൊഡക്ഷൻ യൂസ് ചെയ്യും, ഈ അസറ്റ്സ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോയിൽ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ആര് ബുക്ക് ചെയ്യണം? ലെസറിൻ്റെ ബുക്കിൽ തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇമ്പയർമെൻറ്റ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ ലെസറിൻ്റെ ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അതായത് ഫിനാൻസ് ലീസ് ആണെങ്കിലോ ലെസറിൻ്റെ ബുക്കിൽ നിന്ന് ലെസിയുടെ ബുക്കിലേക്ക് അസറ്റ്സ് മാറും. അപ്പോൾ ലെസിയുടെ ബുക്കിലാണ് ഡിപ്രീസിയേഷനും അസറ്റ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കേണ്ടത്. പക്ഷേ ലെസറിൻ്റെ ബുക്കിലോ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കാണിക്കണം. ബട്ട് ഇനി ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിലോ ലെസറിൻ്റെ ബുക്കിൽ തന്നെ അതൊരു അസറ്റായിട്ട് കാണിക്കണം. ക്ലിയർ? ലെസർ അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണം. ലെസറിന് ഈ കിട്ടുന്ന ലീസ് ഫണ്ട് അതൊരു ഇൻകം ആയിട്ട് ആനുവൽ സിസ്റ്റമാറ്റിക് ബേസിസിൽ ഒന്നെങ്കിൽ ഈക്വലി സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഇത്ര നാളത്തെ പ്രൊഡക്ഷനൊക്കെ റേഷ്യോയിൽ അസറ്റ്സ് എങ്ങനെ കൺസ്യൂം ചെയ്യപ്പെടുന്നുള്ള പാറ്റേണിൽ എന്ത് ചെയ്യുക? ഇൻകം റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? തിയറി. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. Question number S24. Arsu Limited is in the business of manufacture of passenger cars and commercial vehicles. S24 ditto study material rule. The company is working on a strategic plan to shift from passenger car segment over the coming 5 years. 5 വർഷം കൊണ്ട് passenger car segment മാറാൻ വേണ്ടി തീരുമാനിച്ചു. However, no specific plans has been drawn up for sale of neither the division nor the assets. Company is working on a strategic plan to shift from the passenger car segment over the next 5 years. However, no specific answer has been drawn for neither the division nor the assets. As a part of its plan, it will reduce the percentage of passenger car segment by 20% annually. അപ്പോൾ പാസഞ്ചർ കാറിൻ്റെ പ്രൊഡക്ഷൻ പതിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ത് ചെയ്യുക? കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇറ്റ് ഓൾസോ പ്ലാൻസ് ടു കമൻസ് അനദർ ന്യൂ ഫാക്ടറി ഫോർ ദ മാനുഫാക്ചർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പ്ലസ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസിനെ ഫേസ്ഡ് മാൻ. പക്ഷേ അതിനുവേണ്ടി സ്പെസിഫിക് പ്ലാനൊന്നും ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. പ്ലാനിങ് ഉണ്ട്, പക്ഷേ ഒരു സ്പെസിഫിക് പ്ലാൻ ഡ്രോ ചെയ്തിട്ടില്ല. യു ആർ റിക്വയർഡ് ടു കമൻറ്റ് എ മിയർ ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് ഓഫ് ഇറ്റ് സെൽഫ് ക്യാൻ ബി കൺസിഡേർഡ് എസ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ refers to a സെഗ്മെൻറ്റ്, ഡിസ്റ്റിങ്വിഷബിൾ സെഗ്മെൻറ്റ്. പിന്നെ ഒരു ഓവറോൾ പ്ലാനിൻ്റെ ബേസിസിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കാം? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്ലാനില്ല. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ബിക്കം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവാത്തില്ലാത്ത കുറച്ച് എക്സാമ്പിളിനകത്ത് ഒന്നാണ് ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് ഓഫ് എ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ മാത്രമാണെങ്കിൽ നമ്മളത് എന്തായിട്ട് എടുക്കില്ല? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ട്രീറ്റ് ചെയ്യില്ല ഇഫ് ദ കമ്പനി പാസസ് എ റെസൊല്യൂഷൻ ടു സെൽ സം ഓഫ് ദ അസറ്റ്സ് ഇൻ ദ പാസഞ്ചർ ഡിവിഷൻ ടു ന്യൂ അതർ അസറ്റ്സ്. കുറച്ച് അസറ്റ്സൊക്കെ വിൽക്കാൻ വേണ്ടി തീരുമാനം എടുത്തു. അതുകൊണ്ട് ഇത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവും? ഇല്ല. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോർമൽ പ്ലാൻ ഉണ്ടാവണം. ഫോർമൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ടൈം ഫ്രെയിമിലുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. Would your answer to the above be different if the company resolves to sell the assets of passenger car division in a phased but time bound manner എന്ന് പറഞ്ഞാൽ ഇത്ര നാളിനുള്ളിൽ ഇങ്ങനെ മാറ്റണം, അതൊരു സ്പെസിഫിക്കലി ഇന്ന ടൈമിനുള്ളിൽ ഇത്രയും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലോ? ദാറ്റ് മീൻസ് അതൊരു സ്പെസിഫിക് പ്ലാൻ ആയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ടെങ്കിലോ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. നിയർ ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് ഇസ് നോട്ട് കൺസിഡർ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. എക്സാമ്പിൾസ് ഓഫ് ആക്ടിവിറ്റീസ് ഡു നോട്ട് നെസസറിലി സാറ്റിസ്ഫൈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബാക്കി കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എടുക്കുള്ളൂ. നിയർ ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് എന്ന് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എടുക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല. അതുകൊണ്ട് ഗ്രാജുവൽ ഫേസിംഗ് ഔട്ട് മാത്രമാണെങ്കിലോ നമ്മളത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എടുക്കത്തില്ല. അടുത്ത കേസിലോ ജസ്റ്റ് കുറച്ച് അസറ്റ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു എന്ന് ഓർത്തുണ്ടോ? ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആയിട്ട് എടുക്കാവുള്ളൂ. ഇവിടെ ഒരു സ്പെസിഫിക് പ്ലാനായി ഒരു ടൈം ബൗണ്ട് മാനറിൽ നമ്മളിങ്ങനെ ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ള പ്ലാൻ ആയി കഴിഞ്ഞാലോ അത് ഒരു ക്ലിയർ റോഡ് മാപ്പായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കത് എന്ത് ചെയ്യണം? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, RTPയിൽ ഒരുപാട് തിയറി കണ്ടു എന്ന് ഓർത്തുകൊണ്ട് എക്സാം മുഴുവൻ തിയറി ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് പ്രതീക്ഷിച്ച് തിയറികൾ മാത്രം ഇരുന്ന് പഠിച്ച് നിങ്ങൾ വെറുതെ അക്കൗണ്ട്സ് ബോറാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാക്സിമം പോയ 2 തിയറി, അല്ലെങ്കിൽ മാക്സിമം അതിനപ്പുറം പോയ 3 തിയറി. അപ്പം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 15% 20% അതിനുള്ള വെയിറ്റേജ് ഉള്ളൂ എന്നോർത്തോണ്ട് നോക്കണമെന്നല്ല പറഞ്ഞ് MCQയിലും വേണമെങ്കിൽ ചോദിക്കാം തിയറി ബേസ്ഡ്. സോ MCQs നോക്കുക എന്നോർത്തോണ്ട് ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കും എന്നോർത്തോണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ദെൻ impairment of assets. A published owns 150 magazine titles. 70 were purchased and 80 were self-generated. കുറേ മാഗസിൻസ് ഉണ്ട്, കുറേ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുറേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് പെയ്ഡ് ഫോർ പർച്ചേസ്ഡ് മാഗസിൻ ടൈറ്റിൽ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇൻടാഞ്ചിബിൾസ്. ഒരു മാഗസിൻ മേടിച്ചേക്കുന്ന ഒരു അസറ്റായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് മാഗസിൻ ടൈറ്റിൽസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ എക്സിസ്റ്റിംഗ് ടൈറ്റിൽസ് റെക്കഗ്നൈസ് എക്സ്പെൻസ് വെൻ ഇൻക്വയർഡ്. സെൽഫ് ജനറേറ്റഡ് ആകുമ്പോൾ നമ്മളതൊരു എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ദ ഡയറക്ട് സെയിൽസ് ആൻഡ് അഡ്വർടൈസിംഗ് ആർ ഐഡന്റിഫൈബിൾ ടു ഈച്ച് മാഗസിൻ ടൈറ്റിൽ. ഓരോ മാഗസിൻ ടൈറ്റിൽ വെച്ചിട്ട് ഓരോ മാഗസിൻ ടൈറ്റിലിന് സെയിൽ എത്ര, അഡ്വർടൈസ്മെന്റ് ഇൻകം എത്ര നമുക്ക് സ്പെസിഫിക്കലി അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സിൽ നോക്കാം. ടൈറ്റിൽസ് ആർ മാനേജ് ബൈ കസ്റ്റമർ സെഗ്മെന്റ്സ്. കുറേ സെഗ്മെന്റ്സ്
അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ടൈറ്റിൽസ് ഫോം ചെയ്യുന്നത്. ദ ലെവൽ ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ഫോർ മാഗസിൻ ടൈറ്റിൽ ഡിപ്പെൻസ് ഓൺ ദ റേഞ്ച് ഓഫ് കസ്റ്റമർ ടൈറ്റിൽസ് ഇൻ ദ customer segment to which the magazine title relates. Management has a policy to abandon old titles before the end of their economic lives and replace them immediately with a new title for the same company. Whether it will be cash generating unit or as per AS28. ഏത് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് എടുക്കണം? ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ക്യാഷ് ഫ്ലോ അറിയാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈച്ച് മാഗസിൻ ടൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഓരോ മാഗസിൻ ടൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ലി ദാറ്റ് റിക്കവറബിൾ എമൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ മാഗസിൻ ടൈറ്റിൽ ക്യാൻ ബി അസസ്ഡ്. ഓരോ മാഗസിൻ ടൈറ്റിലിനെയും നമുക്ക് ദാറ്റ് മീൻസ് ഇൻഫ്ലോസ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ മാഗസിൻ ടൈറ്റിലിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഓരോ മാഗസിൻ ടൈറ്റിലിന് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? Then S29 program. Galaxy Limited is in the process of finalizing its accounts for the year ending 31st March 2025 and needs your advice on the following issues in line with the provisions of S29. Galaxy Limited is selling selling cosmetics products and its brand in the name Angel, but it is getting these products manufactured from X Limited. It has an understanding enforceable agreement with X Limited that if the company becomes liable for damage claims due to injury or harm to the customers for the cosmetic products, 40% shall be reimbursed by X Limited. Reimbursement of expense. During the year, an estimate of a claim of 25 lakhs may be payable by the company customers by Galaxy Limited. Galaxy Limited customers ni iതൊക്കെ ക്ലെയിം ഒക്കെ തൊത്തിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി 25 ലാക്ക് കൊടുക്കേണ്ടി വരാമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ മച്ച് ഗാലക്സി ലിമിറ്റഡ് അക്കൗണ്ട് ഫോർ ദ ക്ലെയിം ദാറ്റ് ബിക്കംസ് പേബിൾ? ഇപ്പോൾ ഗാലക്സി ലിമിറ്റഡിനെ സംബന്ധിച്ചോ 25 ലാക്ക് ക്ലെയിം വന്നാലും അതിൻ്റെ 40% നമുക്ക് ആരുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാം? എക്സ് ലിമിറ്റഡിന് 40% ക്ലെയിം ചെയ്യും. അപ്പോൾ ബാക്കി 15 മാത്രം അവർ ബിയർ ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഏതിൻ്റെ ബേസിസിലുള്ള പ്രൊവിഷൻ? റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമെന്ന് വിർച്വലി സെർട്ടൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? അതൊരു സെപ്പറേറ്റ് അസറ്റായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോ കിട്ടുമെന്ന് ഇത് വിർച്വലി സെർട്ടൻ ആണെങ്കിൽ ഈ 10 ലാക്ക് ഒരു അസറ്റായിട്ട് കാണിക്കണം, ഇതൊരു അസറ്റായിട്ട് കാണിക്കണം. എന്നിട്ടോ ഇത് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ എമൗണ്ട് ഇത് മുഴുവൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പക്ഷേ പിയാനിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നെറ്റ് എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷനോട് സെപ്പറേറ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 25 ലാക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെയോ ഇത് കിട്ടുമെന്ന് വിർച്വലി സെർട്ടൻ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു അസറ്റായിട്ട് സെപ്പറേറ്റ് അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യണം. പക്ഷേ പിയാനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ 25 ലാക്ക് എക്സ്പെൻസ് 10 ലാക്ക് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നെറ്റ് എഫക്റ്റ് കാണിക്കുക. പക്ഷേ ബാലൻസ് ഷീറ്റ് ഇത് രണ്ടായിട്ട് തന്നെ കാണിക്കണം. ഇപ്പോൾ നോക്കുക, സിൻസ് ദ അണ്ടർസ്റ്റാൻഡിംഗ് എൻഫോഴ്സ്മെന്റ് അഗ്രിമെന്റ് റീഇംബേഴ്സ്മെന്റ് ഓഫ് 10 lakh shall be recognized as reimbursement right and the provision will be recognized a full amount of 25 lakh. Reimbursement right should be treated separate as an and shown of the provision സെറ്റ് ഓഫ് പേയ്മെന്റ് പറ്റില്ല. പക്ഷേ പിയാനിൽ കാണിക്കുമ്പോൾ നെറ്റ് എമൗണ്ട് കാണിച്ചാലും മതി. ദെൻ അടുത്തത്, ഗാലക്സി ലിമിറ്റഡ് ഹാസ് ബീൻ സ്യൂഡ് ബൈ വൺ ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റർ ഫോർ alleged infringement of trademark and a notice for levy of penalty of 50 lakh has been received by it. The company has been appointed a new firm to defend has appointed a law firm to defend the case for a fees 5 lakh. 60% of the fees has been paid in advance. അപ്പോൾ 5 ലാക്കിൻ്റെ 60%, 3 lakh ഫീസ് ഓൾറെഡി കൊടുത്തു. ആൻഡ് ദ റെസ്റ്റ് 40% ഹാസ് ബീൻ പെയ്ഡ് ആഫ്റ്റർ ഫൈനലൈസേഷൻ ഓഫ് ദ കേസ്. ദർ ആർ 70% ചാൻസസ് പെനാൽറ്റി മേ നോട്ട് ബി ഇമ്പോസ്ഡ്. പെനാൽറ്റി വരാൻ വേണ്ടി ചാൻസസ് 70% ഇല്ല. പെനാൽറ്റി വരാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലും. അപ്പം പ്രോബബിലിറ്റി ഓഫ് പെനാൽറ്റീസ് ലെസ് ദാൻ 50%. അപ്പം മോർ ദാൻ 50% ആണെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് ഈ 25 lakh ഈ 50 lakh പെനാൽറ്റിക്കോ വരാൻ ചാൻസസ് ഇല്ല. ലെസ് ദാൻ 50% ചാൻസസേ ഉള്ളൂ. മോർ ദാൻ 50% പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ഇതിന് നമ്മൾ പ്രൊവിഷൻ വേണ്ട, ഇതൊരു കണ്ടീഷൻ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഫീസ് എന്താണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? ഫീസ് 3 lakh ഓൾറെഡി കൊടുത്തു. അപ്പോൾ ബാക്കി കൊടുക്കാനുള്ള ഫീസോ അതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഫീസ് നമ്മൾ ഫുള്ള് ബാക്കിയുള്ള 20% പ്രൊവിഷൻ നമ്മൾ ഈ വർഷം തന്നെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ പെനാൽറ്റി വരാനുള്ള ചാൻസസോ കുറവായതുകൊണ്ട് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു പോസിബിൾ ഒബ്ലിഗേഷൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കണ്ടീഷൻ ലയബിലിറ്റി ട്രീറ്റ് ചെയ്താൽ മതി കേട്ടോ. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രോബിലിറ്റി മോർ ദാൻ 50% വേണം. അതില്ലാത്തതുകൊണ്ടോ നമുക്കത് എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ? ക്ലിയർ? അടുത്ത ഏതാ?
financial statements of companies. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസിൻ്റെ റൂളാണ്. എക്സാമിന് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്റർണൽ കൺസ്ട്രക്ഷനാണ് പൊതുവെ ചോദിച്ച് കാണുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഫോളോയിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓഫ് അൻമോൾ ലിമിറ്റഡ് ഓൺ 31 March 2025. ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, കുറേ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ഫോർ ദി ഇയർ എൻഡിംഗ് 31 March 2025 ആസ് പെർ ഷെഡ്യൂൾ 3 ടു കമ്പനീസ് ആക്ട്. ഇഗ്നോർ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ്. ശരിക്കും പറഞ്ഞാൽ കമ്പനി പി ആൻഡ് ബാലൻസ് ഷീറ്റിലോ പ്രീവിയസ് ഇയർ ഫിഗർ ഇഗ്നോർ ചെയ്തു. ഇനി ഓരോന്നും പർച്ചേസസ് എവിടെ കാണിക്കണം നിങ്ങൾ പറ. പി ആൻഡ് അല്ലേ ഏത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, വേജസ് ആൻഡ് സാലറീസ് ഓൺ employee benefit expenses, rent, other expense, rates and taxes, other expense, selling and distribution expense, other expense, direct fees, other expense, bad debt, other expense, interest on time loan, finance cost. Then land, factory building, PPE, plant and machinery PPE, furniture and fixtures PPE. Trade receivables, advance tax, short time loans and advances, opening stock, changes in inventories ഇതിനകത്ത് opening minus closing, changes in inventory, bank balance and cash in hand, cash and cash equivalents. ഇത് ഇതിനുണ്ടല്ലോ. സെയിൽസ്, റവന്യൂ ഫോർ ഓപ്പറേഷൻ, കമ്മീഷൻ, അതർ ഇൻകം, ഒന്നും പറയുന്നില്ലെങ്കിൽ അതർ ഇൻകം. ഇനി ഇത് ഓപ്പറേറ്റിംഗ് എന്നുള്ള കമ്മീഷൻ ആണെങ്കിൽ റവന്യൂ ഫോർ ഓപ്പറേഷന് വരാം. അപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ അത് അതർ ഇൻകം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, റിസർവ് സർപ്ലസ്, പി ആൻഡ് സർപ്ലസ്, ഇത് ഓപ്പണിങ്ങിൻ്റെ ബാലൻസ്, റിസർവ് സർപ്ലസ്. ഇതിനോട് ഈ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം, റിസർവ് സർപ്ലസ്. ടേം ലോൺ ഫ്രം പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പൊതുവെ ലോങ് ടൈം ആയിരിക്കും, ലോങ് ടൈം ബോറോയിങ്സ്. ട്രേഡ് പേബിൾസ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനോ ഡൗട്ട്. ലോങ് ടൈം പ്രൊവിഷൻ, ഷോർട്ട് ടൈം പ്രൊവിഷൻ ഒന്നുമല്ല. അസറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം, പ്ലാന്റിൻ്റെ വാല്യൂ ഇത് കുറയ്ക്കണം, ദെൻ ഫർണിച്ചർ വാല്യൂ ഇത് കുറയ്ക്കണം, ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇത് കുറയ്ക്കണം. അപ്പോൾ ലാൻഡ് ഡിപ്രീസിയേഷൻ ഇല്ലല്ലോ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റോ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് ഡെപ്റ്റേഷൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് കാണും. ബിൽസ് പേയബിളോ, ട്രേഡ് പേയബിൾസ്. അപ്പോൾ ഈ ട്രേഡ് പേയബിൾസിൻ്റെ കൂടെ തന്നെ ഇതുകൂടി എടുക്കണം കേട്ടോ, ആഡ് ചെയ്തെടുക്കണം. Following information is provided. Authorized capital of the company is 2 lakh equity shares of tennis and company had issued 1 lakh equity shares of tennis. So, ഇതെന്ത് ചെയ്യണം? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh equity shares of tennis. ഇനി ഇഷ്യൂഡ് എന്ന് പറയുന്നത് 1 lakh equity shares of tennis. ഇപ്പോൾ സബ്സ്ക്രൈബ്ഡ് ആൻഡ് കോൾഡ് അപ്പോൾ എത്രയായിരിക്കും? ക്യാപിറ്റൽ 10 lakh തന്നെ അല്ലേ? അപ്പം ഓതറൈസ്ഡ് 2 lakh equity shares of tennis 20 lakh. ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് എത്ര? 1 lakh into 10 lakh. നേരെ കാണിക്കണം. അതായത് നോട്ട്സിൽ ഇതേപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. ഇത് കാണിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും കേട്ടോ. ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് കോൾഡ് അപ്പ്. Is it clear? Then rent of 20,000 and wages of 1,56,500 are outstanding. അയ്യോ, അപ്പോൾ ഈ റെൻറ്റ് അതർ എക്സ്പെൻസിന് അണ്ടർ വരുന്ന റെൻറ്റ് 2,20,000 അല്ലേ? ഒരു 20 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2,40,000 വരുള്ളൂ. അത് വേണം അതർ എക്സ്പെൻസസ് നമ്മളൊന്ന് കാണിക്കാൻ. ദെൻ സാലറീസ് ആൻഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? സാലറീസ് ആൻഡ് വേജസ് എംപ്ലോയ് ബെനിഫിറ്റ് എക്സ്പെൻസസിന് അണ്ടർ വരേണ്ട ഈ എമൗണ്ടിനോട് എന്ത് ചെയ്യണം? ഒരു 1,56,500 ആഡ് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങോ അതർ കറണ്ട് ലൈബിലിറ്റീസിന് അണ്ടർ കാണിക്കണം കേട്ടോ. അതർ കറണ്ട് ലൈബിലിറ്റീസിന് അണ്ടർ balance sheet or other current liabilities. Provide depreciation at 10% per annum on plant and machinery, 10% on furniture, fittings, 5% on factory building on written down value basis. അപ്പോൾ അസറ്റിൻ്റെ ഇത് കോസ്റ്റ് അല്ലേ? ഇതിനല്ല. ഇതിൽ നിന്ന് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇത്രയും നാളത്തെ ആയിരിക്കും, അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് വേണ്ടി. അപ്പോൾ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെ? 62,50,000 നിന്ന് ഓൾറെഡി ഉള്ള ഡിപ്രീസിയേഷൻ 9,37,500 കുറച്ചിട്ട് ബാക്കിയുള്ള 53,12,000 അതിന് വേണം എന്ത് ചെയ്യാൻ? 10% എടുക്കാൻ. അതായത് 5,31,250. അങ്ങനെ ഓരോന്നിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇതെവിടെ കാണിക്കണം? ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് കാണിക്കണം. എന്നിട്ട് ഇതും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 9,25,000 ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് എത്രയാണ്? 11,37,500. നമ്മൾ ഡിഫറൻസ് 2,12,000 വേണം. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. 2,12,500. ദെൻ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 64,75,000 ഇത് വേറെ ചേഞ്ച് ഒന്നുമില്ല. 64,75,000 5%. 3,23,750 വേണം ഇനി പ്രൊവിഷൻ. ഓപ്പണിങ്ങിൽ എത്ര ഉള്ളൂ? 25,000. അപ്പം -25,000. അഡീഷണലി പി ആൻഡ് ലിന്ന് എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം? 2,98,750 പി ആൻഡ് ലിന്ന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് ഇതിനണ്ടറി കാണിക്കണം, അതർ എക്സ്പെൻസസിന് അണ്ടറി കാണിക്കണം. പ്രൊവിഷൻ എന്ന് പറയുന്നത് 2,98,750 അഡീഷണൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ടോട്ടൽ പ്രൊവിഷൻ 3,23,750 എന്ത് ചെയ്യണം? ട്രേഡ് റിസീവ്സിൽ നിന്ന് മൈനസും ചെയ്ത് കാണിക്കണം. ട്രേഡ് റിസീവ്സിൽ നിന്ന് പ്രൊവിഷൻ ടോട്ടൽ വേണ്ടത് 5%, അത് കുറച്ചും കാണിക്കണം ട്രേഡ് റിസീവ്സിൽ നിന്ന്. ദെൻ
മേക്ക് എ പ്രൊവിഷൻ ഓഫ് 25% കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് PNL കാണിക്കണം ഏതിൻ്റെ പ്രോഫിറ്റിൻ്റെ. എന്നിട്ടോ ഇത് ഷോർട്ട് ടൈം പ്രൊവിഷൻസിന് അണ്ടർ കാണിക്കണം പ്രൊവിഷൻ. ട്രാൻസ്ഫർ 1 lakh ടു ജനറൽ റിസർവ്. അപ്പോൾ PNL ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കിട്ടില്ലേ, അത് PNL നെറ്റ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നൊരു 1 lakh റിസർവ്സ് സർപ്ലസിൽ PNL ബാലൻസിൽ നിന്ന് 1 lakh കുറച്ചിട്ട് അത് ജനറൽ റിസർവ്സിലേക്ക് ആഡ് ചെയ്യണം. ഇത് PNL കാണിക്കേണ്ട, റിസർവ്സ് സർപ്ലസിൽ PNL ബാലൻസിൽ നിന്ന് 1 lakh കുറക്കണം, അത് ജനറൽ റിസർവിനോട് ആഡും ചെയ്യണം. ടേം ലോൺ ഫ്രം പബ്ലിക് സെക്ടർ ബാങ്ക്. ഇത് ഈ ടേം ലോൺ ഫ്രം പബ്ലിക് സെക്ടർ ബാങ്ക് 1 crore 2 lakh ഇല്ലേ, അതിനെന്താ പറയുന്നത്, ഈ സെക്യൂർഡ് അഗൈൻസ്റ്റ് ഹൈപ്പോത്തിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ സെക്യൂർഡ് അഗൈൻസ്റ്റ് ഹൈപ്പോത്തിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് എ ടേം ലോൺ ഫാളിംഗ് ഡ്യൂ വിത്തിൻ 1 year 17 lakh. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഈ 17 lakh വിത്തിൻ 1 year പേ ചെയ്യാനുള്ളതോ അത് ഷോർട്ട് ടൈം ബോറോയിങ്സിന് അണ്ടറിൽ കാണിക്കണം. അപ്പോൾ ഈ ലോൺ 1 crore 2 lakh നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 crore 2 lakh അല്ലേ, 1 crore 2 lakh, അതിൽ നിന്ന് ഒരു 17 lakh കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് 85 lakh മാത്രം ലോങ് ടൈം ബോറോയിങ്സ് കാണിക്കുക, ബാക്കി 17 lakh ഷോർട്ട് ടൈം ബോറോയിങ്സ് കാണിക്കുക. ക്ലിയർ? 17 lakh ഷോർട്ട് ടൈം ബോറോയിങ്സിലും ബാക്കി 85 lakh ലോങ് ടൈം ബോറോയിങ്സിലും കാണിക്കുക. ദെൻ ട്രേഡ് റിസീവ്സ് ഓഫ് 85,600 ആർ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മോർ ദാൻ 6 months. അപ്പോൾ മോർ ദാൻ 6 months ഉള്ളതോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതായത് ട്രേഡ് റിസീവ്സിൻ്റെ വർക്കിംഗ് നോട്ടിൽ ട്രേഡ് റിസീവ്സ് ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ എ പീരീഡ് ഓഫ് എക്സീഡിംഗ് 6 months അതർ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. എന്നിട്ട് ആ ടോട്ടലിൽ നിന്ന് പ്രൊവിഷൻ മൈനസ് ചെയ്യും. നോട്ട്സിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഇത്. ദ ബോർഡ് ഡിക്ലെയർ ഡിവിഡൻഡ് 10% ഓൺ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓൺ 5th April. അടുത്ത വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽസിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, പകരം നോട്ട്സിൽ 10%, ഏതിൻ്റെ 10%, ക്യാപിറ്റലിന് 10%. അപ്പം 10 lakhൻ്റെ 10%, 1 lakh ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് നോട്ട്സിൽ മാത്രം കാണിച്ചാൽ മതി. അത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഡിസ്ക്ലോസ് ചെയ്ത് അപ്പം ജസ്റ്റ് ഫിനാൻഷ്യൽസ് നോട്ട്സിൽ മാത്രം ഒന്ന് കാണിച്ചു പോന്നാൽ മതി കേട്ടോ. ദെൻ യു ആർ ഗോയിങ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലോ ഷെയർ ക്യാപിറ്റൽ 10 lakh നോട്ട്സ് കൊടുക്കണം. അതിനകത്ത് വേണം എന്ത് ചെയ്യാൻ, ഓതറൈസ്ഡും ഇഷ്യൂഡും ഒക്കെ സെപ്പറേറ്റ് കാണിക്കാൻ. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസോ 24,76,000. അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളെങ്കിൽ ആദ്യം തന്നെ നോട്ട്, ആദ്യം ബാലൻസ് ഷീറ്റ് പിന്നെ PNL. ജനറൽ റിസർവ് എഴുതുക, അതിനോട് എന്ത് ചെയ്യണം, 1 lakh എന്താണെങ്കിലും ആഡ് ചെയ്യണം. PNL എടുക്കുമ്പോൾ ഓപ്പണിങ്ങിനോട് ഈ വർഷത്തെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇത് കുറയ്ക്കണം. അപ്പോൾ ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഏറ്റവും ലാസ്റ്റ് PNL കിട്ടുമ്പോഴല്ലേ, അത് കഴിഞ്ഞിട്ട് ഇത് ബാലൻസ് ചെയ്താൽ മതി. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് സർപ്ലസ് ഉണ്ടല്ലേ. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഏതാ കാണിക്കേണ്ടത്, നോൺ കറണ്ട് ലയബിലിറ്റി ലോങ് ടൈം ബോറോയിങ്സ്. ലോങ് ടൈം ബോറോയിങ്സ് എടുക്കുമ്പോഴോ ആ ടൈം ലോൺ അതിൽ നിന്ന് വിത്തിൻ 1 year പേ ചെയ്യേണ്ടത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. ദെൻ ഇനി ഷോർട്ട് ടൈം കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടൈം ബോറോയിങ്സിൽ ആ വിത്തിൻ 1 year പേ ചെയ്യേണ്ട എമൗണ്ട് 17 lakh. ട്രേഡ് പേബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും. ട്രേഡ് പേബിൾസിൻ്റെ നോട്ടിനകത്ത് വേണം എന്തൊക്കെ കാണിക്കാൻ, ട്രേഡ് പേബിൾസും ബിൽസ് പേബിളും. സെറ്റ് ക്ലിയർ? ദെൻ ഇനി അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞോ എന്തൊക്കെ കാണിക്കണം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങും. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഷോർട്ട് ടൈം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ടാക്സ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പ്രോഫിറ്റും കണ്ടുപിടിക്കണം കേട്ടോ, പ്രോഫിറ്റും കണ്ടുപിടിക്കണം. ദെൻ നോൺ കറണ്ട് അസറ്റ്സ് PP കാണിക്കുമ്പോൾ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് എടുക്കണം. PP എങ്ങനെ കാണിക്കും, PPD എമൗണ്ട് അതെങ്ങനെ വരും ഞാൻ പറഞ്ഞുതരാം. PP ബുക്കിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണേ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇതുവരെ ഉള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് WDV കിട്ടും. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ്, ഫാക്ടറി ബിൽഡിങ്ങിന് 5%, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% വെച്ച് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ WDV അത് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. ഈ ഡിപ്രിസിയേഷൻ വേണം ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ. ഇനി SLM എന്നാണ് പറഞ്ഞെങ്കിലോ ഈ എമൗണ്ടിന് നേരെ എന്ത് ചെയ്യായിരുന്നു, ഡിപ്രിസിയേഷൻ കോസ്റ്റിന് നേരെ മൈനസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വർക്കിംഗ് ചെയ്തത് നല്ലത് കേട്ടോ. അപ്പം ഇതിൻ്റെ WDV PP എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. ദെൻ ഇനി ഏതാ കറണ്ട് അസറ്റ്സ്, ഇൻവെൻട്രീസ് ക്ലോസിംഗ് ഇൻവെൻട്രി തന്നിട്ടുണ്ടല്ലോ. ട്രേഡ് റിസീവ്സ് കാണിക്കുമ്പോൾ അതിനകത്ത് പ്രൊവിഷൻ മൈനസ് ചെയ്യണം. ഇത് ക്ലോസിംഗ് വേണ്ട 5% പ്രൊവിഷൻ. ക്യാഷ് ഇക്വലൻസ് ക്യാഷ് ബാങ്ക് എടുക്കണം. ഷോർട്ട് ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസിനകത്ത് അഡ്വാൻസ് ടാക്സ് എടുക്കണം. ദെൻ റവന്യൂ ഫ്രോം ഓപ്പറേഷൻ സെയിൽസ്, അതർ ഇൻകം കമ്മീഷൻ ഇൻകം എന്തെങ്കിലും. ദെൻ എക്സ്പെൻസ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, കേട്ടോ 82,95,000. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് പറഞ്ഞുകൊണ്ട് പർച്ചേസ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ടോ സാലറി, പക്ഷേ അതിനോട് ഔട്ട്സ്റ്റാൻഡിംഗ് കൂടെ ആഡ് ചെയ്തെടുക്കണം, അതിനോട് നോട്ട് കൊടുത്തേക്കണം കേട്ടോ. ദെൻ ഫിനാൻസ് കോസ്റ്റ്, ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ അതാ വർക്കിംഗ് ചെയ്തിട്ടില്ലേ WDV. അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നല്ല, അതർ എക്സ്പെൻസസ് നമ്മളോട് കാണിച്ചാൽ മതി കേട്ടോ, അതർ എക്സ്പെൻസസ്. ദെൻ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനകത്ത് വേണം ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട് റിലേറ്റഡ് ഡിഫറൻസ്. ഇത്രയൊക്കെ നമ്മൾ PNL എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ് ഓർ ലോസ്. ഇതിൻ്റെ 25% വേണം ടാക്സ് എക്സ്പെൻസ്. ഈ ടാക്സ് എക്സ്പെൻസസ് വേണം ഏത് ഷോർട്ട് ടൈം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ. എന്നിട്ട് അതും കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്
3,50,000. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? റിസർവ് സർപ്ലസിൽ P&Lനൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് 1 lakh റിസർവിലേക്ക് മാറ്റണം. റിസർവ് സർപ്ലസ് ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് എഴുതണം. ടൈം കൺസ്യൂമിംഗ് ആണ്. നന്നായിട്ട് ചെയ്ത് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽസിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കേണ്ടത്. മൺഡേറ്ററി ആയിട്ട് നോക്കിയിട്ട് പോവാം. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിന് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ചോദിച്ചാൽ അപ്പോൾ ഒന്നെങ്കിൽ ഈ അറ്റംപ്റ്റിന് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് 14 മാർക്സ് നന്നായിട്ട് നോക്കാം. ഓക്കെ, അടുത്തത് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ കിടക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എല്ലോറ ലിമിറ്റഡ് ഓൺ 31st March 2025. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. റിസർവ് സർപ്ലസ് പൊതുവെ നെഗറ്റീവാണ് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ്റെ. ലോങ് ടൈം ബോറോയിങ്സ് ഉണ്ട്. ട്രേഡ് പേബിൾസ്, ഷോർട്ട് ടൈം ബോറോയിങ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കിടപ്പുണ്ട്. ദെൻ അതർ കറണ്ട് ലൈബിലിറ്റി, ഷോർട്ട് ടൈം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. എത്ര? 4 lakh. ദെൻ പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ ഉണ്ട്. നോട്ട്സ് നോക്കിക്കേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakh, ഇക്വിറ്റി ഷെയർസ് 10 is fully paid. Preference share 16,000, 6% cumulative preference shares of 100 is fully paid. Then reserve surplus P&L negative ആണ്. ലോങ് ടൈം ബോറോയിങ്സ് സെക്യൂർഡ് 6% ഡെബഞ്ചേഴ്സ് 15 lakh. അതർ കറണ്ട് ലൈബിലിറ്റീസ് ലോങ് ഫ്രം ഡയറക്ടേഴ്സ് ഒരു 4 lakh. ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ഡെബഞ്ചേഴ്സ് 90,000 ഉണ്ട്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, പ്ലാന്റ് അഡ്മിനിസ്ട്രേഷൻ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഗുഡ് വില്ലും പാറ്റേൺ ട്രേഡ് മാർക്ക് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2,20,000 ആണ്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 5,40,000 ഉണ്ട്. ഡ്യൂ ടു കണ്ടിന്യൂഡ് ലോസസ്, ലിക്വിഡേഷൻ constraints, it was decided to reconsider the company. Following scheme of internal reconstruction has been approved by the shareholders and sanctioned by the tribunal. The equity shares shall be written down to 2 each. Okay, equity shares 3 lakh equity shares of 10 each അല്ലേ, അത് 2 each ആയിട്ട് കുറയ്ക്കണം. അപ്പോൾ 3 lakh into 2 എന്ന് പറയുമ്പോൾ 6 lakh. അപ്പോൾ 30 lakhിൻ്റെ ക്യാപിറ്റൽ ഇനി 6 lakh ക്യാപിറ്റലായിട്ട് കുറയും. അപ്പോൾ അതിന് എൻട്രി എന്ത് പറയും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? 30 lakh. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh. ടു ക്യാപിറ്റൽ റിഡക്ഷൻ 24 lakh. Is it clear? Then preference shares shall be written down to 75. അപ്പോൾ പ്രിഫറൻസ് ഷെയർ എത്ര? 16,000 into 100. അത് 16,000 into 75 ആയിട്ട് കുറയും. ദാറ്റ് മീൻസ് 12 lakh ആയിട്ട് കുറയും. അപ്പോൾ 16 lakh ക്യാപിറ്റൽ 12 lakh ആയിട്ട് കുറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലാഭം എൻട്രി 6% ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? 16 lakh. ടു 6% ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 12 lakh. ടു ക്യാപിറ്റൽ റിഡക്ഷൻ 4 lakh. ഓക്കെ അല്ലേ? ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻസ് വിച്ച് ആർ അരിയർ ഫോർ 4 years. പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻറ്റ് 4 വർഷമായിട്ട് അരിയറാം. അപ്പം പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ 16 lakh അല്ലേ ഉണ്ടായിരുന്നത്? 16 lakhിൻ്റെ 6%, അതാണ് ഡിവിഡൻഡ് റേറ്റ്. 96,000 ഒരു വർഷം കൊടുക്കണം. അങ്ങനെ 4 വർഷമായിട്ട് അരിയറാം. അപ്പോൾ എത്ര? 3,84,000. ഇതൊരു കണ്ടീജൻ ലൈബിലിറ്റി മാത്രമാണ്, ആക്ച്വൽ ലൈബിലിറ്റി ആയിട്ടില്ല. 4 വർഷമായിട്ട് ഇത് അരിയറുണ്ട്. എന്ത് ചെയ്തു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എഗ്രീഡ് ടു ഫോർഗോ ദെയർ ക്ലെയിം ഫോർ അരിയേഴ്സ് ഓർ ഡിവിഡൻഡ് ഫോർ 3 years. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 വർഷത്തെ ഇത് അരിയർ അവർ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു. 3 വർഷത്തെ അത് ലാഭമൊന്നുമല്ല, കണ്ടീജൻ ലൈബിലിറ്റി വേണ്ട. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത് മാറ്റി, അതിന് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേയോ ആൻഡ് അക്സെപ്റ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 2 years ടുവേഴ്സ് ഡിവിഡൻഡ് ഫോർ ദ 4th year. 4ാമത്തെ വർഷത്തിന് ഡിവിഡൻഡ് പേ ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ? പൈസ ആയിട്ടല്ല, ഷെയർ ആയിട്ട്. അപ്പം ഒരു കണ്ടീജൻ ലൈബിലിറ്റി ആയിട്ടുള്ളത് നമ്മളിപ്പോൾ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചാലോ, നമ്മൾ ചിന്തിക്കുമ്പോൾ ബാക്കി 3 വർഷത്തെ ലാഭമല്ലേ? ഒരു ലാഭമില്ല. ഇപ്പോൾ എന്തെങ്കിലും അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊരു നഷ്ടമാണ്. സോ ഒരു വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കണം. അപ്പം 16 lakh ഇൻറ്റു 6%, 96,000 ഡിവിഡൻഡ് കൊടുക്കുന്നത് അതൊരു നഷ്ടമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി 3 വർഷത്തെ ഒന്നും ചെയ്യണ്ട. ഒരു കണ്ടീജൻ ലൈബിലിറ്റി. കമ്പനി നഷ്ടത്തിലോടുമല്ലേ? ഇപ്പോൾ കമ്പനി പൂട്ടിപ്പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചോ, അതൊരു നഷ്ടമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബാക്കി 3 വർഷം ലാഭമായിട്ട് തോന്നും. ഒരിക്കലും ഇല്ല. സോ നമ്മുടെ ബുക്കിലുള്ള എൻട്രി അപ്പോൾ എത്ര വരും? 16 lakh into 6%, 96,000. ഒരു വർഷത്തെ ഡിവിഡൻഡ് അത് പേ ചെയ്യണം. അപ്പോൾ എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി എന്താ പറയുന്നത്? ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ഇസ് പെയ്ഡ് ഇൻ ക്യാഷ്. ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ഡിബഞ്ചേഴ്സ് എന്ത് കിടക്കുന്നു? 96,000. ഇത് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ എൻട്രി ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടഡ് ബാങ്ക്. ഓർഡർ നോക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് പേബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ടു ബാങ്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഓർഡർ ചെയ്തു പോയാൽ മതി. ദെൻ ഇനി എന്താ പറയുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് എഗ്രീഡ് ടു ടേക്ക് ഓവർ ദ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ബുക്ക് വാല്യൂ 4 lakh അറ്റ് എ വാല്യുവേഷൻ ഓഫ് 4,80,000 ഇൻ പാർട്ട് റീപേയ്മെൻറ്റ് ഓഫ് ദർ ഹോൾഡിംഗ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു? ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എടുത്തു. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ആകെ 70 lakh അല്ലേ? അതിലൊരു 4 lakh ബുക്ക് വാല്യൂ ഉള്ള ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഡിബഞ്ചർ ഹോൾഡേഴ്സ് 4,80,000 വാല്യൂവിൽ ടേക്ക് ഓവർ ചെയ്തു. അപ്പം എൻട്രി എഴുതേണ്ടത് ഏതാ? 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര? ഇത് സ്റ്റഡി മെറ്റൽ വേറെ രീതിയിലായിരിക്കും എഴുതിയിരിക്കുന്നത്. 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര കുറയും? 4,80,000 ടു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി 4 lakh ടു ക്യാപിറ്റൽ റിഡക്ഷൻ. റിഡക്ഷൻ 80,000. ഓക്കെ അല്ലേ? എന്നിട്ടോ
Besides, they have agreed to provide additional funds of 5,20,000 secured by floating charge of the company's assets at 9%. അതായത് പുതിയ ഡെബഞ്ചർ അവർ മേടിക്കുന്നു 5,20,000. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എന്ത് ചെയ്തു 9% ഡെബഞ്ചേഴ്സ് നമ്പറുണ്ട് 5,20,000. ഇതിൻ്റെ എൻട്രി ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് 6% ഡെബഞ്ചേഴ്സ് ടു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. അതിലേക്ക് ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിലേക്ക് വാ. The remaining freehold property after giving to debenture holders have revalued at 15 lakh. 15 lakh 50,000. ഞാൻ എങ്ങനെ പറയാം, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി 17 lakh അല്ലേ, 17 lakh. അതിൽ 4 lakhൻ്റെത് ആർക്ക് കൊടുത്തു, ഡെബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു, ബുക്ക് വാല്യൂ ഉള്ളത് 4 lakhന് കൊടുത്തു. ബാക്കി എത്ര, 13 lakh. ഈ 13 lakh ഇപ്പം 15 lakh 50യുടെ വാല്യൂ ഉണ്ട്, 15 lakh. അപ്പോൾ ദാറ്റ് മീൻസ് അതിനകത്ത് ഇനി ലാഭം, ഇനി മിച്ചം ഇരിക്കുന്നതിനകത്ത് ലാഭം എത്ര ഉണ്ട്, 2,50,000. ഇപ്പോൾ കൊടുത്തപ്പോൾ എത്ര ലാഭമുണ്ട്, 80,000. അപ്പം ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടായിട്ട് കാണിക്കുക. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ, ലാഭം രണ്ടായിട്ട് കാണിക്കുക. ഒരു 2,50,000 അത് ഡെബഞ്ചർ കൊടുത്ത് ഡെബഞ്ചറിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരു 80,000. ഇവരത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം തന്നെ രണ്ടും കൂടെ കൂട്ടി 3,30,000 ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തു. എന്നിട്ടോ ലാഭം ഓൾറെഡി റെക്കോർഡ് ചെയ്തല്ലോ. അപ്പോൾ ഡെബഞ്ചർ അത്രയും വാല്യൂ കൂടിയല്ലോ, സോറി ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വാല്യൂ കൂടിയല്ലോ. ദെൻ 6% ഡെബഞ്ചേഴ്സ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു. നമ്മളിത് ഇങ്ങനെ 2 എൻട്രി ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. ഡെബഞ്ചേഴ്സും കൊടുക്കും. ഇതാകുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റിന് വേണ്ടി മാച്ചിങ് ആയി. പിന്നെ മിച്ചം ഇരിക്കുന്ന റിമൈനിങ്ങോ അത് റിവാല്യൂ ചെയ്തു ലാഭം. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ 2 എൻട്രി എഴുതിയാലും ശരി തന്നെ കേട്ടോ. ദെൻ അടുത്ത് നോക്ക്, ഇൻവെൻട്രി ടു ബി റിട്ടേൺ ഡൗൺ ബൈ 2,60,000 ഏറ്റവും ലാസ്റ്റ് എടുക്കാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ പീസ് ടു ബി ക്രിയേറ്റഡ് ഫോർ 2,75,000 ലോസ് ഏറ്റവും ലാസ്റ്റ് എടുക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സും പിയാനുള്ള ഡെബിറ്റ് ബാലൻസ് റൈറ്റ് ഓഫ് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് എടുക്കാം. റിമൈനിങ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഗിവിംഗ് ടു ഡെബഞ്ചർ ഹോൾഡേഴ്സ് ഈസ് ടു ബി റീവാലുഡ് 15,50,000. അതായത് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ഇങ്ങനെ 2 എൻട്രി എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്ന പോലെ ഇത് രണ്ടോട് കൂട്ടി ലാഭം 3,30,000 ആദ്യം തന്നെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ എൻട്രി ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ടു ക്യാപിറ്റൽ റിഡക്ഷൻ 3,30,000. എന്നിട്ടോ ഈ എൻട്രി എഴുതുമ്പോൾ 6% ഡെബഞ്ചേഴ്സ് ടു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി നേരെ 4,00,000. Non-current investments are sold for 5,60,000. Non-current investment ഓഫ് 2,20,000 ബുക്കിലുള്ളത്, അത് 5,60,000 വിറ്റുപോയി അല്ലേ, 5,60,000. അപ്പം എൻട്രി ഇങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് എത്ര 5,60,000 ടു ഇൻവെസ്റ്റ്മെൻറ്റ് 2,20,000 ടു ക്യാപിറ്റൽ റിഡക്ഷൻ, ബാക്കി പ്രോഫിറ്റ്. ക്യാപിറ്റൽ റിഡക്ഷൻ പിയാൻഡൽ നല്ല കേട്ടോ, ക്യാപിറ്റൽ റിഡക്ഷൻ ഇന്റർണൽ കൺസ്ട്രക്ഷൻ സമയത്ത് എന്ത് പ്രോഫിറ്റ് വന്നാലും ടു ക്യാപിറ്റൽ റിഡക്ഷൻ 3,40,000. ദെൻ അടുത്തെന്താ, ഇതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ദ കണ്ടീഷൻ ലയബിലിറ്റി 1 lakh ഇസ് പേബിൾ. ഈ ഒരു കണ്ടീഷൻ ലയബിലിറ്റി ഉണ്ടായിരുന്നു, 1 lakh പേബിൾ ചെയ്യണമെന്ന്, നഷ്ടമല്ലേ. വിച്ച് വാസ് എറൈസൺ ഡ്യൂ ടു ദ റോങ് ആക്ഷൻ ഓഫ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടേഴ്സിന് എന്തോ ആക്ഷൻ റോങ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ലയബിലിറ്റി വന്നത്. ഹി ഹാസ് എഗ്രീഡ് ടു കോമ്പൻസേറ്റ് ഹിസ് ലോസ് ഔട്ട് ഓഫ് ദ ലോൺ ഗിവൺ ടു ദ കമ്പനി. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ലോൺ തന്നേന്ന് അത് അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബുക്കിലുള്ള എൻട്രി ലോൺ ഫ്രം ഡയറക്ടേഴ്സ് കുറയണം. ലോൺ ഫ്രം ഡയറക്ടേഴ്സ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ കോമ്പൻസേഷൻ. ലോൺ ഫ്രം ഡയറക്ടേഴ്സ് ടു പ്രൊവിഷൻ ഫോർ കണ്ടീഷൻ ലയബിലിറ്റി. അത് അല്ലെങ്കിലോ ഇത് പേഴ്സണൽ ഡയറക്ടർ സൈറ്റിലെങ്കിലോ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിട്ട് പ്രൊവിഷൻ കോണ്ടിൻജൻ ലയബിലിറ്റി എന്ന് പറഞ്ഞ് കാണിക്കണമായിരുന്നു. അപ്പം ഡയറക്ടർ പേര് ചെയ്യുമ്പോൾ കമ്പനിക്ക് നഷ്ടമില്ല, കമ്പനിയെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി കുറഞ്ഞു, പ്ലസ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ പറയുന്നത്, ഹി ഹാസ് എഗ്രീഡ് ടു കോമ്പൻസേറ്റ് ദിസ് ലോസ് ഔട്ട് ഓഫ് ദ ലോൺ ഗിവൺ ഹിം ടു ദ കമ്പനി ദ റിമൈനിങ് ലോൺ ഓഫ് 3 lakh. അപ്പോൾ 4 lakhൻ്റെ ലോണിൽ ഒരു 1 lakh ഇപ്പം എന്ത് ചെയ്തു, പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് പേഴ്സണൽ പ്രോബ്ലം കൊണ്ട് വന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി 3 lakh അതെങ്ങനെ സെറ്റിൽ ചെയ്യും. ഫോർ ദ റിമൈനിങ് ലോൺ ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് എഗ്രീഡ് ടു അക്സെപ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് 20,000. ക്യാഷ് പേയ്മെൻറ്റ് 20,000 കൊടുക്കുക. അലോട്ട്മെൻറ്റ് ഓഫ് റുപ്പീസ് 1,30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 2 each. ഇതിനകത്ത് പിന്നെ ഒരു മിസ്റ്റേക്ക്, ഈ റുപ്പീസ് തെറ്റാം. റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ 1,30,000 കൊടുത്താൽ മതി. അപ്പോൾ റുപ്പീസ് 2 each എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി 65,000 നമ്പർ ഓഫ് ഷെയർസ് കൊടുത്തു എന്നാവും. ഈ റുപ്പീസ് അവിടെ പെട്ടും. ഇൻഷുറൻസ് അതിൽ നിന്ന് വലിയ പ്രശ്നമാണ്. അപ്പോൾ 1,30,000 ഷെയർസ് 2 each എന്ന് പറഞ്ഞാൽ 2,60,000 ക്യാഷും കൊടുത്തു, 2,60,000 ഷെയറും കൊടുത്തു, 20,000 ക്യാഷും കൊടുത്തു. അപ്പോൾ ബാക്കി 20,000 ലാഭം. അപ്പോൾ എൻട്രി ലോൺ ഫ്രം ഡയറക്ടേഴ്സ് 3 lakh ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,60,000 ടു ബാങ്ക് 20,000 ടു ക്യാപിറ്റൽ റിഡക്ഷൻ 20. ഇതിന് പകരം ഇനി റുപ്പീസ് തന്നെയായിട്ട് എടുത്താൽ ഇത് 1,30,000 എടുക്കണം, ഇത് 20 എടുക്കണം. അപ്പോൾ ലാഭം ബാക്കി 1,50,000 വരും കേട്ടോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, വർക്കൂട്ടിൽ അപ്പീലങ്ങ് വെട്ടി. ദർ വാസ് എ ക്യാപിറ്റൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് 10 lakh. കോൺട്രാക്ട് ഈസ് ബി ക്യാൻസൽഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് 5% കോൺട്രാക്ട് പ്രൈസസ് പെനാൽറ്റി. ക്യാപിറ്റൽ ഒബ്ലിഗേഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്യില്ലായിരിക്കും. അപ്പോൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. പെനാൽറ്റി കൊടുക്കുമ്പോൾ 5% എന്ന് പറയുമ്പോൾ 50,000. പെനാൽറ്റി കൊടുക്കുമ്പോൾ എൻട്രിയോ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ടു ബാങ്ക്. നഷ്ടം എന്ത് വന്നാലും ക്യാപിറ്റൽ റിഡക്ഷൻ ഡെബിറ്റ് ചെയ്യുക, ലാഭമാണെങ്കിലും ക്യാപിറ്റൽ റിഡക്ഷൻ ക്രെഡിറ്റ് ചെയ്യുക. കമ്പനി ഇഷ്യൂഡ് 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 2 each at par. പേബിൾ ഫുൾ ഓൺ അലോട്ട്മെൻറ്റ്. പേബിൾ ഫുൾ ഓൺ അലോട്ട്മെൻറ്റോ ആപ്ലിക്കേഷൻ, പേബിൾ ഫുൾ ഓൺ ആപ്ലിക്കേഷൻ ആയിരിക്കും. 10 സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ എൻട്രി
ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്, ദെൻ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 2 lakh into 2 4 lakh. This issue was ഷെയർ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ, ദെൻ ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ നേരെ 4 lakh എന്ന് എഴുതിക്കും. ഇതിന് ദിസ് ഇഷ്യൂ വാസ് അണ്ടർ റിട്ടൺ ഫോർ എ കമ്മീഷൻ ഓഫ് 5%. അപ്പോൾ ഇതിന് 5% കമ്മീഷൻ കൊടുക്കണം. 4 lakhന്റെ 5% എന്ന് പറഞ്ഞാൽ 20,000. അപ്പോൾ അത് കൊടുക്കുമ്പോഴോ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ബാങ്ക്, കമ്മീഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ബാങ്ക്, ഇതൊരു പുതിയ അഡ്ജസ്റ്റ്മെന്റ്. കമ്മീഷൻ കൊടുത്തു, എക്സ്പെൻസ്. ഇനി അടുത്ത് നോക്ക്, ദ ടാക്സേഷൻ ലയബിലിറ്റി ഓഫ് ദ കമ്പനി സെറ്റിൽ അറ്റ് 3 lakh ആൻഡ് പെയ്ഡ് ഇമീഡിയറ്റ്ലി. 3 lakh ഉള്ളൂ. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പ്രൊവിഷൻ ഫോർ ടാക്സ് ഇത് കണ്ടുപിടിക്കുന്നില്ല. 4 lakh, പക്ഷെ നമുക്ക് 3 lakh കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലാഭമല്ലേ. അപ്പോൾ എൻട്രി പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് എത്ര 4 lakh. ടു ബാങ്ക് 3 lakh, ടു ക്യാപിറ്റൽ റിഡക്ഷൻ എത്ര ഉള്ളൂ 1 lakh, ലാഭം വന്നു. എക്സ്പെൻസ് ഓഫ് റീകൺസ്ട്രക്ഷൻ എമൗണ്ടിങ് ടു 15,000, അത് കൊടുക്കുമ്പോഴോ എക്സ്പെൻസ് ഒന്നും വേണ്ട, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ബാങ്ക്. ഇത് കഴിഞ്ഞിട്ട് മിച്ചിരിക്കുന്ന പൈസയോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ക്യാപിറ്റൽ റിഡക്ഷൻ എത്ര ബാലൻസ് ഉണ്ടോ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ക്യാപിറ്റൽ റിഡക്ഷൻ്റെ ബാലൻസ് ഇത്രയും കഴിയുമ്പോഴോ അവിടെ പറഞ്ഞുതരാം. ആദ്യത്തെ എൻട്രി 24 lakh, ലാഭമല്ലേ, 24 lakh. അടുത്തത് പ്രിഫറൻസ് ഷെയർസിന് 4 lakh, ലാഭം. അപ്പോൾ 28 lakh. പിന്നെ ഒരു 96,000 ഡിവിഡൻഡ് കൊടുത്തത് നഷ്ടം കുറയ്ക്കണം. പിന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി റീവാല്യൂ ചെയ്തപ്പോൾ നമ്മൾ രണ്ടായിട്ടാണെങ്കിലും 3,30,000 ലാഭം കേട്ടോ. ഒരു 80,000 2,50,000, 3,30,000 ലാഭം ആഡ് ചെയ്തു. ദെൻ ഇതിനകത്ത് വേറെ ലാഭമില്ല, ഇൻട്രസ്റ്റ് പേബിൾ ലാഭമില്ല, റെമ്യൂണറേഷൻ ചെയ്തപ്പോൾ ലാഭമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പം ഒരു 3,40,000 പ്രോഫിറ്റ്. ദെൻ ഫ്രം ഡയറക്ടർ സെറ്റിലായി ഇല്ല, അപ്പോൾ ഒരു ലാഭം ഒരു 20,000. ദെൻ പെനാൽറ്റി കൊടുത്തു കഴിയുമ്പോൾ ഒരു 50,000 നഷ്ടം. ദെൻ പിന്നെ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ 20,000 നഷ്ടം. ഏത് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 1 lakh പ്രോഫിറ്റ്. പിന്നെ എക്സ്പെൻസസ് കൊടുത്തു കഴിയുമ്പോൾ ഒരു 15,000 എക്സ്പെൻസ് ലോസ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ 34,09,000 വരും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെൻട്രിയുടെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ളത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ഗുഡ് വില്ല്, പേറ്റൻറ്റ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്യണം, പിയാനിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ഇതും കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിലോ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിച്ചമുള്ളത് എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പറയണം, പറ്റണം. നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ജേണൽ എൻട്രീസ്, പ്രിപ്പയർ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്യാം. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധനം ക്യാപിറ്റൽ റിസർവ് വന്നെങ്കിൽ 65,000 ബാലൻസ് പേരായിട്ട് കിട്ടും. കൂടുതൽ എമൗണ്ട് നോക്കിയിട്ടില്ല കേട്ടോ, അത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഫുൾ ഇത്രയും ജേണൽ എൻട്രി, ക്യാപിറ്റൽ റിഡക്ഷൻ. ചിലപ്പോൾ ഇത് ബാലൻസ് ഷീറ്റ് കൂടെ ചോദിക്കാം, അപ്പോൾ അത് ഇച്ചിരി കൂടെ ലെങ്തി ആവും കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അപ്പം ഇന്ത്യയിൽ റിക്കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു 14 മാർക്സ് നോർമലി വരുന്നതാണ്. അമാൽഗമേഷൻ 14 മാർക്സ് വരുന്നതാണ്. പിന്നെ കൺസോളിഡേഷൻ, അത് ഈ RTP വന്നിട്ടില്ല, അതൊരു 14 മാർക്സ് സ്ഥിരം ചോദിക്കുന്നതാണ്. അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്, അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്. സോ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ നമ്പർ 6 ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാഞ്ച് ആയിരിക്കും. നോക്കി, ഫോളോയിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓൺ 31st 2025 ഓഫ് ദ കേംബ്രിഡ്ജ് branch of Harry Limited, whose head office is situated at Pune. ഓഫീസ് പൂനെയിലാണ്. അപ്പം ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ ബ്രാഞ്ച് ഫോറിൻ ബ്രാഞ്ച്. അപ്പം ഈ പൗണ്ടിൽ കിടക്കുന്നത് അല്ലെങ്കിൽ യൂറോയിനെ കിടക്കുന്നതിനെ എങ്ങോട്ട് മാറ്റണം? പൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? റുപ്പീസിലേക്ക് മാറ്റണം. നോക്കാം. ഫർണിച്ചർ 80,000. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അന്ന് മേടിച്ച അന്നത്തെ റേറ്റ് മാറ്റേണ്ടി വരും. ഫർണിച്ചർ മേടിച്ച സമയത്ത് റേറ്റ്, ഫർണിച്ചർ വാസ് അക്വയർഡ് ഓൺ ഫസ്റ്റ്, അന്നത്തെ റേറ്റ് 84 ആണ്. അപ്പോൾ 84 വെച്ചിട്ട് നമ്മൾ മാറ്റണം. ഡിപ്രീസിയേഷൻ അതിന് 10%. ഇത് കൺവേർട്ട് ചെയ്യാം. ഇവിടെ എന്തൊക്കെ ചോദിച്ചേക്കുന്നത് നോക്കട്ടെ. പ്രിപ്പയർ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ഇൻ യൂറോസ്. യൂറോ ആണോ? ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ഇൻ യൂറോയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് ബിയാനിൽ, അപ്പം യൂറോയിൽ തന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് ബിയാനിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഡെപ്റ്റേഴ്സ് ഒക്കെ ബാലൻസ് ഷീറ്റിലല്ലേ, ക്യാഷ് ബാങ്ക് ബാലൻസ് ഷീറ്റിലല്ലേ, ഹെഡ് ഓഫീസ് ബാലൻസ് ഷീറ്റിലല്ലേ, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലല്ലേ. സെയിൽസ് എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ. എക്സ്പെൻസസോ ഡെബിറ്റ് സൈഡിൽ. ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിനെ സംബന്ധിച്ചോ അതൊരു എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ഇതിന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന 80,000 10% ഡിപ്രീസിയേഷൻ 8,000 നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ, P&L ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഗുഡ്സ് ആർ സെൻഡ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 10%. കോസ്റ്റിനേക്കാളും 10% വിൽക്കുന്നത്. ബ്രാഞ്ച് സെൽസ് ഗുഡ്സ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് പ്ലസ്
25%. ആ പ്രൈസിനേക്കാളും 25% കൂട്ടിയിട്ടാണ് ആര് വിൽക്കുന്നത്? ബ്രാഞ്ച് വിൽക്കുന്നത്. അപ്പോൾ ബ്രാഞ്ച് വിൽക്കുമ്പോൾ കോസ്റ്റിനേക്കാളും 25% കൂട്ടിയിട്ടാണ് ബ്രാഞ്ച് വിൽക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് തന്നിരിക്കുന്നത്? ബ്രാഞ്ചിൻ്റെ ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിരിക്കും. നമുക്ക് നോക്കാം. ബ്രാഞ്ച് മാനേജർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ ഓഫ് 10% നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബ്രാഞ്ച് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. അപ്പം ബ്രാഞ്ച് മാനേജർ കമ്മീഷൻ കൊടുക്കണം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ്റെ ഇത്ര പെർസെൻറ്റേജ്. ഇതൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മതിയില്ലേ? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് വരണമെങ്കിലോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതി യൂറോസ് തന്നെ. ദെൻ ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ലൈക്ക് പർച്ചേസസ് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് 12,000 അല്ലേ? പക്ഷെ ഇവിടെ വന്ന് ഇപ്പോൾ അത് വേറെ ആയല്ലോ ഫിഗർ. 2,25,000 ആയിട്ടുണ്ടല്ലോ. കൺവേർട്ട് ചെയ്യേണ്ടതല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എക്സ്പെൻസസ് ആവട്ടെ ഈ 12,000. നോക്കിക്കേ, ആൻസറിൽ എക്സ്പെൻസസ് ഈ 12,000. എക്സ്പെൻസസ് 12,000. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസോ? അയ്യോ, അത് മിസ്സിങ്ങാണ്. ഇതൊരു അലൈൻമെൻറ്റ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നോക്കിക്കേ, ഡെബിറ്റ് സൈഡെല്ലാം കൂടെ കൂട്ടുമ്പോൾ 80,000 പ്ലസ് 36,000 പ്ലസ് 16. അത് ക്വസ്റ്റൻ മിസ്റ്റേക്ക് കേട്ടോ. 16,000 പ്ലസ് 3,000 പ്ലസ് 12,000. 1,47,000 ആയുള്ളൂ. പക്ഷേ 3,72,000 വേണ്ട ടോട്ടൽ. അപ്പോൾ 2,25,000 കേട്ടോ. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനെ എടുത്ത് എഴുതിക്കോ. എക്സ്പെൻസസ് ഇവിടെ 12,000, ഇവിടെ 2,25,000 ആണ് തരേണ്ടത്. അതൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ വന്നത് 2,25,000. അത് ക്വസ്റ്റൻ മിസ്റ്റേക്കാണ്. 2,25,000. എക്സ്പെൻസസ് 12,000. ഓക്കെ. അപ്പോൾ എന്നോട് പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ ഇത് എക്സ്പെൻസസ് ആണ് 12,000. അപ്പം ഇത് ഡെബിറ്റ് സൈഡിൽ എഴുതി. പിന്നെയോ സെയിൽസ് 2,80,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദെൻ എക്സ്പെൻസസ് 12,000 അത് P&L ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇത് 2,25,000 ആണ് ഇവിടെ വരേണ്ടത്. അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ദെൻ അത് 2,25,000 എന്ന് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ ഡിപ്രീസിയേഷനും 80,000 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ 8,000 എടുക്കണം. ദെൻ ഇനി മാനേജ് കമ്മീഷനോ അയ്യോ അതുണ്ട്. പിന്നെ ഒരു സാധനം മിസ്സിങ് ഇവിടെ ക്ലോസ് സ്റ്റോക്ക്. അതെങ്ങനെ കണ്ടുപിടിക്കും? ക്ലോസ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് തന്നിട്ടില്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000. ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസും ആഡ് ചെയ്യാം. എന്നിട്ടോ ഈ സെയിൽ കിടക്കുന്നത് എന്താണ്? കോസ്റ്റേക്കാളും 25% കൂട്ടിയിട്ടല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഈ സെയിൽ 2,80,000 കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 2,80,000 ഇൻറ്റു 100/125. അതായത് കോസ്റ്റ് 100 ഉള്ള സാധനം നമ്മൾ 25% കൂട്ടിയിട്ട് വിൽക്കും. അപ്പം വിറ്റ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചിനെ സംബന്ധിച്ച് കിട്ടുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ ആ കോസ്റ്റ് 2,24,000. അത് കുറയ്ക്കാം. അതായത് ഈ ഇരിക്കുന്ന ഏത് പ്രൈസിലാണ്? ഇൻവോയ്സ് പ്രൈസ്. ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിന് കിട്ടിയ പ്രൈസിൽ, ഇതും ബ്രാഞ്ചിന് കിട്ടിയ പ്രൈസിൽ. ബ്രാഞ്ചിന് കിട്ടിയ പ്രൈസിലാണെങ്കിലോ അതിനേക്കാളും 25% കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. അപ്പം ഇത് മൈനസ് ചെയ്യാം. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടും? ക്ലോസിംഗ് സ്റ്റോക്ക് 37,000. ഇതാ അതിനകത്ത് ബേസിങ് ആട്ടോ. 37,000 എഴുതുക ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്യുക. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രോസ് പ്രോഫിറ്റ് 56,000. അതിൽ നിന്ന് ഡിപ്രീസിയേഷനും എക്സ്പെൻസസും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36,000 എന്ന് കിട്ടും. ആ 36,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ. അതിൻ്റെ 10% ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ. 36,000 എന്ന് കിട്ടും. അതിൻ്റെ 10% ആണ് മാനേജേഴ്സ് കമ്മീഷൻ. അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ എത്രയായിരിക്കും? 3,600. അത് കുറച്ച് കഴിയുമ്പോഴോ പ്രോഫിറ്റ് എത്ര വരും? 32,400 നെറ്റ് പ്രോഫിറ്റ്. അപ്പം ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ചെയ്യണമെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസ് സ്റ്റോക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. അതാണ് ഏറ്റവും വലിയ ആദ്യത്തെ ചതി. പിന്നെ ഇതിൻ്റെ ചതി ഏറ്റവും വലുത് എമൗണ്ട് തന്നപ്പോൾ ഈ 12,000 ഇവിടെ 2,25,000 ആയിരുന്നു തരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തേതായി. ഇനി കൺവേർട്ട് ദ ട്രയൽ ബാലൻസ് ഓഫ് ബ്രാഞ്ച് ഇൻ ഇന്ത്യൻ കറൻസി. ഇന്ത്യൻ കറൻസിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ഈ ഫർണിച്ചറോ ഏത് റേറ്റിൽ? ഫർണിച്ചർ മേടിച്ച അന്നത്തെ റേറ്റ് 84. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് റേറ്റ്? ഓപ്പണിംഗിലെ റേറ്റ് 36,000. ഏത് റേറ്റ്? ഓപ്പണിംഗ് ഈ വർഷം ഓപ്പണിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ 91 അല്ലേ? ദെൻ ഡെപ്റ്റേഴ്സ് ഓഫ് ക്ലോസിംഗിലെ റേറ്റ് 16,000. ക്ലോസിംഗിലെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് വരും 89. പിന്നെ ഡെപ്റ്റേഴ്സ് ക്യാഷ് അറ്റ് ബാങ്കും 89. ക്ലോസിംഗ് ഹെഡ് ഓഫീസോ 80,000 പകരം ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് ഏത്? 61 ലാക്ക് കേട്ടോ. എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇത് മാത്രം റുപ്പീസും ലാക്സ് റൗണ്ട് ഓഫ് ചെയ്തേക്കണം. അപ്പം ഇതിന് പകരം എന്തെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം? 61 ലാക്ക് കേട്ടോ.
ബാക്കിയൊന്നും റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 61 ലാക്ക്. ദെൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? പൗണ്ടിനെ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ഔട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഡിവൈഡഡ് ബൈ ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സോ ഇത് ക്ലോസിംഗ് റേറ്റിൽ, സെയിൽസോ ഇത് ആവറേജ് റേറ്റിൽ. ആവറേജ് റേറ്റ് എത്രയാണ്? 86. ദെൻ എക്സ്പെൻസസ് 12,000, അത് ആവറേജ് റേറ്റിൽ. ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നതോ അതിന് വരെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 180 എടുത്ത് എഴുതുക. 180 റുപ്പീസ് ലാക്സ് ആണെങ്കിൽ അത് കേട്ടോ, അല്ലെങ്കിൽ ഫുൾ ഡിജിറ്റൽ എഴുതിയാലും മതി. 15 ലാക്ക് റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ 1,80,000. ദെൻ ഇത്രയൊക്കെ മതി. ഡിപ്രിസിയേഷനോ അത് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാം. ക്ലോസ് സ്റ്റോക്കോ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാം. പിന്നെ മാനേജ് കമ്മീഷനോ അത് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാം. ഇനി മാനേജേഴ്സ് കമ്മീഷൻ ആണെങ്കിലോ ഇത് ഏത് റേറ്റ് എടുക്കണം? ക്ലോസിംഗ് റേറ്റ് എടുക്കണം. അത് ആവറേജ് വർഷാവസാനം ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതല്ലേ. ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വർഷാവസാനം പ്രൊവൈഡ് ചെയ്തതെന്ന് പറയുമ്പോൾ വർഷാവസാനത്തെ റേറ്റ്. ഇനി മാനേജ് കമ്മീഷൻ ഇതിനുള്ളിലേക്ക് കാണിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി കാണിച്ചാൽ ഏത് റേറ്റ്? ക്ലോസിംഗ് റേറ്റ്. മാനേജ് കമ്മീഷൻ കാണിക്കുമ്പോൾ മാനേജ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈബിലിറ്റി കാണിക്കണം. രണ്ടും ക്ലോസിംഗ് റേറ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് മാനേജ് കമ്മീഷൻ ഇവിടെ കാണിക്കാതെ ഇപ്പോൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് കൺവേർട്ട് ചെയ്താലും മതി. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ എടുത്താൽ മതി. ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചാൽ മതി. മാനേജ് കമ്മീഷനോ അതും അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചാൽ മതി. ഈസ് ഇറ്റ് ക്ലിയർ? നമ്മളുള്ള സ്റ്റഡിമെൻറ്റിലുള്ള ഒരു പ്രോബ്ലം കിടപ്പുണ്ട്. ചിലപ്പോൾ ഇത് ചോദിക്കാം. എത്ര മാർക്ക്? 6 മാർക്സ്. 6 മാർക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും ചോദിക്കുള്ളൂ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ റീസെൻ്റ് RTPയിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ചെറിയ മിസ്റ്റേക്സുകളുണ്ടായിരുന്നു ഈ സ്റ്റുഡൻറ്റ് സൈഡിൽ നിന്ന്. അതിലേക്ക് അധികം സമയം കളയരുത്. അധികം സമയം കളയരുത്. മാക്സിമം കവർ ചെയ്യാം. RTP എന്താണെങ്കിലും മാൻഡേറ്ററി കവർ ചെയ്യാം. ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷന് വേണ്ടി എല്ലാ പാർട്ടും കവർ ചെയ്തിട്ട് തന്നെ പോവുക. കാരണം 1030 മാർക്ക് MCQ കവർ ചെയ്യണമെങ്കിൽ ഫുൾ സിലബസിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പോൾ 30 ഔട്ട് ഓഫ് 30 തന്നെ സ്കോർ ചെയ്യണം. പിന്നെ ബാക്കിയുള്ളത് പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എല്ലാം തന്നെ പഠിച്ചു പോരുക. സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട്. മാക്സിമം നല്ല രീതിയിൽ തന്നെ ടൈം യൂട്ടിലൈസ് ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആവശ്യമായിട്ട് പേടിയൊക്കെ തോന്നുന്നൊരു സമയമാണ്. ഇതൊരു ജീവമരണ പോരാട്ടമൊന്നുമല്ല. ഒരു 4 മാസം സേവ് ചെയ്യാനുള്ളൊരു പോരാട്ടം മാത്രമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഓവർ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ പഠിച്ചതിനേക്ക് വിശ്വസിക്കുക. കാരണം ഇപ്പോൾ സ്റ്റഡിയിൽ ഈ 1 മാസത്തേക്കാളും ഉപരി നമ്മളൊരു 8 months ആയിട്ട് നമ്മൾ ഒരു നല്ലൊരു എഫോർട്ട് ഇട്ട് വരിക. അതിലും വിശ്വസിക്കുക. കുറേയൊക്കെ നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ പ്രാക്ടീസിനെ വിശ്വസിക്കുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. വാശിയോടെ പഠിക്കുക. നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. പക്ഷേ എക്സാം പ്രാക്ടീസും RTP നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്വന്തമായിട്ട് 1-2 എക്സാംസ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് വേണം ഫസ്റ്റ് എക്സാം അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിന് പോകാൻ. ഇല്ലെങ്കിൽ എക്സാം പ്രാക്ടീസിൻ്റെ പ്രശ്നങ്ങൾ ഫസ്റ്റ് എക്സാമിന് ബാധിക്കും. അത് നമ്മുടെ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ എക്സാം പ്രാക്ടീസും ഒക്കെ ഒന്ന് ചെയ്തിട്ട് വേണം മെയിൻ എക്സാമിന് പോകാൻ. നല്ല രീതിയിൽ പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.